വേൾഡ് അക്കാദമിയുടെ HSA സോഷ്യൽ സയൻസിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ഒരുപാട് നാളായിട്ട് കാത്തിരുന്ന നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഒരേ സമയം ആകാംക്ഷയും അതുപോലെ തന്നെ ആശങ്കയും ഉള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. അപ്പോൾ പല ആളുകൾക്കും ഡൗട്ടുകളുണ്ട്, എന്നായിരിക്കും എക്സാം ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ, അതേപോലെ ഏത് ജില്ലയിലാണ് എക്സാം വെക്കേണ്ടത് എന്നുള്ള ഒരുപാട് ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും നമുക്ക് എക്സാമിന് ഒരു 6 മാസം സമയം ഉണ്ടാവേണ്ടതാണ്, അല്ലെങ്കിൽ 8 മാസം സമയം ഉണ്ടാവേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയൊരു സമയം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സിലബസ് തീർത്ത് റിവിഷൻ ചെയ്ത് ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വർക്കൗട്ട് ചെയ്യേണ്ട ഒരു സമയം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ കൂടുതലായിട്ടുള്ള ഒരു ടൈം ടേബിൾ സ്വന്തമായിട്ട് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിന് കൃത്യമായിട്ടുള്ള ഒരു പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സമയമാണ്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ വേൾഡ് അക്കാദമിയിൽ വളരെ സിസ്റ്റമാറ്റിക് ആയതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ സിലബസ് ഒക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതുവരെ കോഴ്സിൽ ജോയിൻ ചെയ്യാത്ത ആളുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 81 എന്നുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ പേരും ജില്ലയും നിങ്ങൾ മെസ്സേജ് അയച്ചാൽ കോഴ്സിനെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സിലബസിലെ പാർട്ട് ബി മൊഡ്യൂൾ 8 ഹ്യൂമൻ ആൻഡ് റീജിയണൽ ജോഗ്രഫിയിലെ ഫിസിയോഗ്രഫി ഓഫ് ഇന്ത്യ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഫിസിയോഗ്രഫി ഓഫ് ഇന്ത്യ, ഡ്രൈനേജ്, ക്ലൈമറ്റ്, സോയിൽ ആൻഡ് ഫോറസ്റ്റ്. ഇതൊരു വലിയ ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പല പാർട്ടുകളായിട്ടായിരിക്കും ഈ ക്ലാസ് നമ്മൾ ചെയ്യുന്നത്. ഇതിനു മുന്നേ നമ്മൾ പോപ്പുലേഷൻ മുതൽ കോട്ടൺ ടെക്സ്റ്റൈൽസ് വരെയുള്ള ക്ലാസ്സുകളും അതിന്റെ നോട്ടും അതിന്റെ മോഡൽ ക്വസ്റ്റ്യനൊക്കെ അടങ്ങുന്ന പ്രിന്റഡ് മെറ്റീരിയലൊക്കെ നമ്മുടെ കോഴ്സ് ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒക്കെ ഉപയോഗപ്പെടുത്തി നല്ല രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആളുകൾ കോഴ്സിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ കൂടുതൽ വിവരങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ നേരത്തെ പറഞ്ഞുള്ള നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നമുക്കിവിടെ സമയം കളയാനൊന്നുമില്ല, നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. നമ്മുടെ ടോപ്പിക്കാണ് ഫിസിയോഗ്രഫി ഓഫ് ഇന്ത്യ. ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് നോക്കേണ്ട കാര്യങ്ങളാണ്. കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ടോ, ഇതിലേക്ക് മെസ്സേജ് അയച്ചോളുക കോഴ്സിൽ ജോയിൻ ചെയ്യാത്ത ആളുകൾ. അപ്പോൾ നമ്മൾ ഇനി സമയം കളയുന്നില്ല, നേരെ നമ്മുടെ ഫിസിയോഗ്രഫി ഓഫ് ഇന്ത്യയിലേക്ക് നമ്മൾ പോവുകയാണ്. ഇന്ത്യയുടെ സ്ഥാനം. അപ്പൊ ഇന്ത്യ പൂർണ്ണമായിട്ടും ഉത്തരപൂർവാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് അക്ഷാംശ രേഖാംശ സ്ഥാനങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്താണ്. ഇപ്പൊ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ പറ്റും, 0 ഡിഗ്രി ഇക്വേറ്റർ ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ ഉത്തരപൂർവാർദ്ധഗോളത്തിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ഈസ്റ്റ് ഭാഗത്താണ് അല്ലെ. ഇപ്പോൾ അതാണ് ഈ ഉത്തര പൂർവാർദ്ധഗോളം എന്ന് പറയുന്നത്. നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഈസ്റ്റ് ഭാഗത്താണ്, അതാണ് ഉത്തര പൂർവാർദ്ധഗോളം. അപ്പൊ നേരെ പോവാം. ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡമാണ് ഏഷ്യ ഭൂഖണ്ഡത്തിൽ ഇന്ത്യയുടെ സ്ഥാനം തെക്ക് ഭാഗത്താണ്. ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഉപഭൂഖണ്ഡമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ 3 വശവും ചുറ്റപ്പെട്ട് കിടക്കുന്ന ജലാശയങ്ങളാണ് അറബിക്കടല്, ഇന്ത്യൻ മഹാസമുദ്രം, ബംഗാൾ ഉൾക്കടല്. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലുള്ള ഇന്ത്യൻ പെനിൻസുലയിലുള്ള രാജ്യങ്ങളാണ് 7 രാജ്യങ്ങളാണുള്ളത് ഇന്ത്യ. അപ്പോൾ അതിലെ ജസ്റ്റ് റീസെന്റ് ഡേറ്റ അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി അതേപോലെ അവിടെയുള്ള രാഷ്ട്രപതിമാരുടെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇന്ത്യ നരേന്ദ്രമോദി പ്രധാനമന്ത്രി, ദ്രൗപദി മുർമു ആണ് നമ്മുടെ രാഷ്ട്രപതി. പാകിസ്ഥാനിൽ ആരാണ്? ഷഹബാസ് ഷെരീഫ് രാഷ്ട്രപതി, ആസിഫ് അലി സർദാരി. നേപ്പാളില് പുഷ്പ കമൽദാൽ പ്രചണ്ഡ, രാംചന്ദ്ര പൗണ്ടേലാണ് രാഷ്ട്രപതി. ഭൂട്ടാൻ ലോത്തായ് തിഷറിംഗ് രാഷ്ട്രപതി അവിടെ ജിഗ്മെ ഗേസർ നംഗ്യാൽ വാങ്ചുങ് രാജാവാണ് അവിടെ, രാഷ്ട്രപതി അല്ലെ രാജാവാണ്. അപ്പൊ പേരൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ തെറ്റുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ ശരിക്കും അവിടെ കൊടുത്തിട്ടുണ്ട്, അത് വായിച്ച് മനസ്സിലാക്കുക, പഠിക്കുക. ബംഗ്ലാദേശ് ഷെയ്ഖ് ഹസീന. ഇനിയിപ്പോൾ അതിലുള്ള പുതിയ ആളുകളുടെ പേരുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കമന്റ് ചെയ്യാട്ടോ, തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിലൊക്കെ. ഇപ്പോൾ ബംഗ്ലാദേശിൽ ഇപ്പോൾ ആരാണ് ഭരിക്കുന്നത് എന്നുള്ളതൊക്കെ. അപ്പോൾ അവിടെ രാഷ്ട്രപതി മുഹമ്മദ് ഷഹാബുദ്ദീൻ. ശ്രീലങ്ക ദിനേശ് ഗുണവർദ്ധന, റനിൽ വിക്രമസിംഗെ. മാലദ്വീപിലാരാണ്? അവിടെ പ്രധാനമന്ത്രിയില്ല, അവിടെ രാഷ്ട്രപതി പ്രസിഡന്റ് ഭരണമാണ് മുഹമ്മദ് മൊയ്സു. ഒക്കെ അപ്പൊ ഇതാണ് നമ്മുടെ പ്രധാന രാജ്യങ്ങൾ കേട്ടോ. ഇത് പഠിച്ചു വെക്കുക. ഇന്ത്യൻ പെനിൻസുലയിൽ വരുന്ന രാജ്യങ്ങളാണ് പറഞ്ഞപ്പോൾ അതിന്റെ അവിടുത്തെ പ്രധാനമന്ത്രി രാഷ്ട്രപതി ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടൊക്കെ അവിടെ പഠിക്കാനുണ്ട്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് ഇത്, നമ്മുടെ ഇന്ത്യയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അതിർത്തികൾ നോക്കുകയാണ്. ഇപ്പൊ വടക്കേ അതിർത്തി ഹിമാലയ 2500 കിലോമീറ്റർ ആണ്, ഏകദേശം 1550 മൈൽ. വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഹിന്ദുക്കുഷ്, സുലൈമാൻ മലനിരകളാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് പൂർവാചൽ സ്ഥിതി ചെയ്യുന്നത്. വടക്ക് കിഴക്ക് ഭാഗത്ത് ഈ ഡയറക്ഷൻസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ജോഗ്രഫിയുടെ ഭാഗങ്ങളിലൊക്കെ ചർച്ച ചെയ്താണ്.
ഇന്ത്യയുടെ തെക്ക് ഭാഗത്താണ് ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പഴയ പേരാണ് രത്നാകര. തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലാണ്. തെക്ക് കിഴക്ക് ബംഗാൾ ഉൾക്കടലാണ്. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി, ഇതൊക്കെ നമ്മൾ ചിത്രമൊക്കെ വെച്ചിട്ട് ജോഗ്രഫിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് ഭാഗത്താണ്, വടക്ക് ഭാഗത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൂർവ്വ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഏത് ഭാഗത്താണ്? നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ്, ഉത്തരാർദ്ധഗോളത്തിൽ. മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് വരെയാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ആ ചിത്രത്തിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇന്ത്യയുടെ ഇവിടുന്ന് 8 ഡിഗ്രി 4 മിനിറ്റ് മുതൽ ഇവിടുന്ന് തുടങ്ങി എവിടെയാണ് അവസാനം? 37 ഡിഗ്രി 6 മിനിറ്റ് വരെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ നോർത്ത് ഇന്ത്യ ഉത്തരാർദ്ധഗോളത്തിൽ നോർത്ത് ആയതുകൊണ്ടാണ്. ഇനി ഇന്ത്യയുടെ തെക്കേ അറ്റമായ ഇന്ദിരാ പോയിന്റിനെ കൂടി ഉൾപ്പെടുത്തിയാൽ ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി 6 ഡിഗ്രി 45 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെ ആയിരിക്കും. അപ്പൊ ഇതൊന്ന് നോക്കി വെക്കുക. ഈ രീതിയിലായിരിക്കും. ഇതിപ്പോ 8 ഡിഗ്രി 4 മിനിറ്റ് മുതൽ എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. അപ്പോൾ ഇനി ചോദ്യം ഇങ്ങനെ ആയിരിക്കും: ഇന്ത്യയുടെ തെക്കേ അറ്റമായ ഇന്ദിരാ പോയിന്റിനെ കൂടി ഉൾപ്പെടുത്തിയാൽ ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി 6 ഡിഗ്രി 45 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 വടക്ക് വരെ. ഈ കറക്റ്റ് തന്നെ പഠിച്ചു നോക്കണം, ഈ വടക്ക് എന്നുള്ളതൊക്കെ. ഇതൊക്കെ തെറ്റിച്ച് സ്റ്റേറ്റ്മെന്റിലൊക്കെ ചോദ്യങ്ങൾ വരാം. ഇനി ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി നമ്മൾ പഠിച്ചതാണ്. 68 ഡിഗ്രി 7 കിഴക്ക് മുതൽ. കാരണം എന്തുകൊണ്ടാണ് കിഴക്ക് പറയാൻ കാരണം? ഗ്രീനിച്ച് ലൈനിന്റെ കിഴക്ക് ഭാഗത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഇതൊക്കെ ചിത്രം വെച്ച് അതിന്റെ ഡയറക്ഷനൊക്കെ വെച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ ക്ലാസ്സുകളൊക്കെ കാണാത്ത ആളുകൾ കാണുക. കോഴ്സിലൊക്കെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്തോളാം. അപ്പോൾ എവിടെയാണ്? 68 ഡിഗ്രി 7 കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 കിഴക്ക് വരെയാണ് ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മാനക സമയമൊക്കെ നിർണ്ണയിക്കുന്നത്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഒക്കെ. ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന 68 ഡിഗ്രി 7 മിനിറ്റിനും 97 ഡിഗ്രി 25 മിനിറ്റിനും ഇടയിലാണ് നമ്മൾ 82 ഡിഗ്രി രേഖാംശം സ്ഥിതി ചെയ്യുന്നത്. അതാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. ഇനി ഇന്ത്യയുടെ രേഖാംശ അക്ഷാംശ വ്യാപ്തികൾ ഏകദേശം 30 ഡിഗ്രി വീതമാണ്. കാരണം ഈ 68 ഡിഗ്രിക്കും 97 ഡിഗ്രിക്കും ഇടയിൽ ഏകദേശം 30, ഇവിടെ നിങ്ങോട്ട് നിങ്ങൾ നോക്കുക, 97 68 കുറച്ച് ഏകദേശം 30 ഡിഗ്രി രേഖാംശങ്ങൾ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ആ രേഖാംശ വ്യാപ്തി 30 ഡിഗ്രി വീതം ഉണ്ടായിരിക്കും. ഇനി ഇന്ത്യയുടെ തെക്ക് ഭാഗം ഉഷ്ണമേഖലയിലും വടക്ക് ഭാഗം ഉപോഷ്ണ മേഖലയിലും അഥവാ ഉഷ്ണ മിതോഷ്ണ മേഖലയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി വിസ്തീർണം നോക്കുകയാണ്. ഇന്ത്യയുടെ ആകെ വിസ്തീർണം എത്രയാണ്? 32,87,263 32,87,263 ചതുരശ്ര കിലോമീറ്റർ, അല്ലെങ്കിൽ 3.28 മില്യൺ സ്ക്വയർ കിലോമീറ്ററിലാണ് ഇന്ത്യയുടെ വിസ്തീർണം. ഇനി ഇന്ത്യൻ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ 2.42%. ഇതൊക്കെ പല പരീക്ഷകളിലായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ലോകരാജ്യങ്ങൾ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7ാം സ്ഥാനമാണ്. അപ്പൊ ആ കറക്റ്റ് വലുപ്പക്രമം കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം റഷ്യ വരുന്നു, കാനഡ വരുന്നു, പിന്നെ ചൈന, USA, ബ്രസീൽ, ഓസ്ട്രേലിയ, ഇന്ത്യ. അപ്പൊ അതിനൊരു കോഡ് ഉണ്ട്, RC ക്യൂബ ഐ. അതൊന്ന് പഠിച്ചുകൂടാ. RC ക്യൂബ പിന്നെ ഐ പിന്നെ ഇന്ത്യ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ 2 C വരുന്നുണ്ട്, കാനഡ, ചൈന. ഇപ്പൊ അതിനിപ്പോ ഈ രണ്ടാമത് ചൈനയാണോ എന്നൊക്കെ കൺഫ്യൂഷൻ അടിക്കും പരീക്ഷകളെന്ന്. പിന്നെ മൂന്നാമതാണോ കാനഡ എന്നുള്ളതൊക്കെ കൺഫ്യൂഷൻ. അപ്പൊ ഒന്നും നോക്കണ്ട, ഇവിടെ RC ക്യൂബ എന്നുണ്ടല്ലോ. നമ്മൾ പറയുമ്പോൾ ഈ ക്യൂബ ചൈന എന്നൊക്കെ അല്ല നമ്മൾ പറയാ, ചൈന ക്യൂബ എന്നൊക്കെ ഒരുമിച്ചല്ല പറയാ. ഓരോ കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ ചൈനയിൽ എന്ത് സംഭവിച്ചു, അതേപോലെ ചൈന ക്യൂബ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ചൈന, ഈ C ചൈനയാണെന്ന് മനസ്സിലാക്കുക. പിന്നെ ഇവിടെ U അമേരിക്ക, USA, B ബ്രസീൽ, A ഏതാണ്? ഓസ്ട്രേലിയ ആണോ അർജന്റീന ആണോ? ഓസ്ട്രേലിയ ആണ് കേട്ടോ. യെസ്, ഓസ്ട്രേലിയ. ആ ഒരു കൺഫ്യൂഷൻ വരരുത്. ഇപ്പൊ ബ്രസീൽ ഇവിടെ വന്നുകൊണ്ട് പിന്നെ ഇത് അർജന്റീന എന്നല്ല, ഓസ്ട്രേലിയ ആണ്. ഓക്കെ, പിന്നെ ഏതാണ് വരിക? നമ്മുടെ ഇന്ത്യയാണ്. ജസ്റ്റ് ആ രാജ്യങ്ങളുടെ ഒക്കെ തലസ്ഥാനം അവിടെ ഉപയോഗിക്കുന്ന നാണയം, ഇതൊക്കെ നമുക്ക് വേറെ പഠിക്കാനുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. റഷ്യയുടെ തലസ്ഥാനം മോസ്കോ, റഷ്യൻ റൂബിൾ ആണ്. കാനഡ തലസ്ഥാനം ഒട്ടാവ, കനേഡിയൻ ഡോളറാണ്. ചൈന ബീജിംഗ്, യുവാൻ ആണ്. ചൈനയുടെ USA, അമേരിക്ക, വാഷിംഗ്ടൺ DC, യുണൈറ്റഡ് സ്റ്റേറ്റ് ഡോളർ. ബ്രസീലിയ തലസ്ഥാനം പിന്നെ ബ്രസീലിയൻ റിയാൽ ആണ്. തലസ്ഥാനം ക്യാൻബറ, ഓസ്ട്രേലിയൻ ഡോളർ. ഇന്ത്യയുടെ പിന്നെ എല്ലാവർക്കും അറിയാം. അപ്പൊ ഇതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. നമുക്ക് ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് ആ വലിപ്പക്രമത്തിലാണ് കൊടുത്തത് കേട്ടോ. ആദ്യം റഷ്യ വരുന്നു, പിന്നെ ആര് വരുന്നു? കാനഡയാണ് വരുന്നത്. പിന്നെ ഇവിടെ ഈ ക്യൂബ എന്നുള്ളതിൽ ക്യൂബ എന്നൊന്നും തെറ്റിദ്ധരിക്കണ്ട, ക്യൂബ എന്നുള്ള രാജ്യം എന്നൊന്നും തെറ്റിദ്ധരിക്കണ്ട. ഇവിടെ C ഏതാണ്? ചൈനയാണ്. പിന്നെ അമേരിക്ക, ബ്രസീൽ,
അർജന്റീന അല്ല, ഓസ്ട്രേലിയ, ഇന്ത്യ. അപ്പൊ RC ക്യൂബായി എന്ന് ഒന്ന് ഓർത്ത് വെക്കുക. RC ക്യൂബായി. ഓക്കെ. അപ്പോൾ ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം, തെക്ക് വടക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക്, ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള 3214 കിലോമീറ്റർ. ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറാണ് 2933 കിലോമീറ്റർ ആണ്. ഓക്കെ, കണ്ടോ ഇന്ത്യയുടെ ആ തുടക്കം കണ്ടോ, 8 ഡിഗ്രി 4 മിനിറ്റിൽ തുടങ്ങി 37 ഡിഗ്രി 6 ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി. ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി 8 ഡിഗ്രി 7 മിനിറ്റിൽ തുടങ്ങി 97 ഡിഗ്രി 25 അവസാനിക്കുന്നു. ഇവിടെ സെൻട്രൽ ഭാഗത്തുള്ളതാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിന്റെ ആ ഒരു രേഖാംശം കൊടുത്തിട്ടുള്ളത്. 82.5 ഡിഗ്രി ആയിരിക്കും സ്റ്റാൻഡേർഡ് മെറീഡിയൻ. ഓക്കെ, നമ്മൾ പറഞ്ഞതാണ് സ്റ്റാൻഡേർഡ് മെറീഡിയൻ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. 2023 UN റിപ്പോർട്ട് പ്രകാരം ചൈനയെ പിന്തള്ളി ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായി മാറി ഇന്ത്യ. ഇത് നമ്മൾ പറഞ്ഞതാണ്. ഇനി ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തിയും രേഖാംശ വ്യാപ്തിയും ഏതാണ്ട് ഒരുപോലെയാണ്. എന്നാൽ ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം, കിഴക്ക് പടിഞ്ഞാറ് ദൂരം വ്യത്യാസമാണ്. കാരണം അതിൽ ഈ അക്ഷാംശങ്ങൾ രേഖാംശങ്ങളൊക്കെ നമ്മൾ വരക്കുമ്പോഴുള്ള ആ ഒരു പ്രത്യേകതയാണ്. ഇതിന് കാരണം എന്താ? രേഖാംശങ്ങൾ തമ്മിൽ ദൂരം ധ്രുവങ്ങളിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും? പോകുന്തോറും കുറയുകയും അക്ഷാംശങ്ങൾ തമ്മിലുള്ള ദൂരം ഒരുപോലെ തുടരുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇതിന്റെ ആ ഒരു ഡിസ്റ്റൻസിലുള്ള വ്യത്യാസം. അതുകൊണ്ട് വടക്ക് തെക്ക് അക്ഷാംശവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കിഴക്ക് പടിഞ്ഞ് രേഖാംശത്തിന്റെ വികാസം കുറവായിരിക്കും. ഇനി ഇന്ത്യൻ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ 17.5%. 2023 സെപ്റ്റംബർ റിപ്പോർട്ട് പ്രകാരം ഏകദേശം 17.76% ഉണ്ട്. ഇന്ത്യയിൽ ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് ഗേറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ. മൗണ്ട് ഗേറ്റുവിന്റെ ഉയരം 8611 മീറ്റർ ആണ്. എന്നാൽ SCERT പാഠപുസ്തകത്തിൽ നോക്കുമ്പോൾ 8661 മീറ്റർ ഉണ്ട് കൊടുത്തിട്ടുള്ളത്. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. ഇതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കാഞ്ചൻജംഗ. 8586 മീറ്റർ ആണ്. സിക്കിമിലാണ്. NCERT പാഠപുസ്തക പ്രകാരം ഇത് 8598 മീറ്റർ ആട്ടോ. പാഠപുസ്തകത്തിലൊക്കെ കുറച്ച് കൂടുതലാണ് കൊടുത്തിട്ടുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാടാണ്. എത്രയാണ്? 2.2 മീറ്റർ താഴ്ചയിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ കുട്ടനാട് സ്ഥിതി ചെയ്യുന്നത്. ഇനി ബൗണ്ടറി പോയിന്റ് ഓഫ് ഇന്ത്യ. ബൗണ്ടറി പോയിന്റ്സ് ഓഫ് ഇന്ത്യയിൽ ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാകോട് ലഡാക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ തെക്കേ അറ്റം എവിടെയാണ്? ഇന്ത്യൻ യൂണിയന്റെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ് ഗ്രേറ്റ് നിക്കോബാറിൽ സ്ഥിതി ചെയ്യുന്നു. ഇനി ഉപദ്വീപീയ ഇന്ത്യയുടെ തെക്കേ അറ്റം കന്യാകുമാരിയാണ്. കേപ്പ് ഓഫ് കൊമറിൻ തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബുത്തു അരുണാചൽ പ്രദേശ്. അതേപോലെ ഇന്ത്യയുടെ വടക്കേ അറ്റം ഗുഹാമോത്തി ഗുജറാത്തിൽ. ഗുജറാത്തിൽ ഗുഹാമോത്തിയെ പഠിക്കാൻ സുഖ. ഗുഹാമോത്തി ഗുജറാത്ത്. പിന്നെ അരുണാചൽ പ്രദേശിൽ കിബുത്തു ആണ്, അതും പഠിച്ചു വെക്കണം. വടക്കേ അറ്റത്തെ സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ആണ്. ജമ്മു കാശ്മീരും തെറ്റിദ്ധരിക്കരുത്. ഹിമാചൽ പ്രദേശ്. അതുപോലെ തന്നെ തെക്കേ അറ്റത്തെ സംസ്ഥാനം തമിഴ്നാടാണ്. പടിഞ്ഞാററ്റം പിന്നെ കിഴക്കേറ്റം എല്ലാവർക്കും അറിയാം. ആ സ്ഥലങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. പിന്നെ ഇന്ത്യയുടെ അതിർത്തികളാണ് നോക്കുന്നത്. കര അതിർത്തി. ഇന്ത്യയുടെ കര അതിർത്തി ഏകദേശം എത്രയാണ്? 15106.7 കിലോമീറ്റർ. 15200 കിലോമീറ്റർ എന്നതും ശരി ഉത്തരമായി പരിഗണിക്കപ്പെടുന്നുണ്ട്. 15200 ഇന്ത്യയുടെ കര അതിർത്തി. ഇന്ത്യ കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ്. ബംഗ്ലാദേശ്. ഇതും പ്രധാനപ്പെട്ട ഒരു ടേബിളാണ് കേട്ടോ. ബംഗ്ലാദേശ് എത്രയാണ് ഇന്ത്യയുമായി കര അതിർത്തി ചെയ്യുന്നത്? 4096.7 കിലോമീറ്റർ. അപ്പൊ ഇത് നോക്കുമ്പോൾ തന്നെ അറിയാം ഇന്ത്യയായിട്ട് ഏറ്റവും കൂടുതൽ കരാതിർത്തിയുള്ള രാജ്യം ബംഗ്ലാദേശാണ്. രണ്ടാമത് ചൈനയാണ്. മൂന്നാമത് പാകിസ്ഥാൻ. നാലാമത് നേപ്പാളാണ്. പിന്നെ 5ാം സ്ഥാനത്ത് മ്യാൻമാർ. 6 ഭൂട്ടാൻ. പിന്നെ 7 അഫ്ഗാനിസ്ഥാനാണ്. അപ്പോ ഈ മ്യാൻമാർ ശരിക്കും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണോ? അല്ല. മ്യാൻമാർ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമായിട്ടല്ല വരുന്നത് കേട്ടോ. ഇന്ത്യയുടെ അയൽ രാജ്യമായിട്ടാണ് ഇതിൽ കണക്കാക്കുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമുള്ള രാജ്യങ്ങൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് ഇവിടെ നോക്കേണ്ടതുണ്ട്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ നമുക്ക് മാലദ്വീപ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമായിട്ട് പറയും. ഇന്ത്യൻ പെനിൻസുലയുടെ ഭാഗമായിട്ടാണ് മാലദ്വീപ് വരുന്നത്. മ്യാൻമാർ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമായിട്ടല്ല വരുന്നത് കേട്ടോ. അതൊരു അതേപോലെ തന്നെ ചൈനയും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമായിട്ടല്ല വരുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ ഫസ്റ്റ് ഭാഗത്ത് തന്നെ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ നോക്കുക, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളാണ് ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലദ്വീപ്. ഇവിടെ ചൈനയും മ്യാൻമാറും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമായിട്ടല്ല വരുന്നത്. എന്നാൽ ഇന്ത്യയായിട്ട് ഇവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കരാതിർത്തി പങ്കിടുന്നുണ്ട്. ആരൊക്കെയാ? നമ്മുടെ ഈ ചൈനയും അതുപോലെ തന്നെ നേപ്പാളും. പക്ഷെ മാലദ്വീപ് ഇന്ത്യയുമായിട്ട് കരാതിർത്തി പങ്കിടാത്ത രാജ്യമാണ്. ഓക്കെ. അപ്പോൾ ബംഗ്ലാദേശ് നിങ്ങൾ നോക്കുക, 4096.7 കിലോമീറ്റർ ആണ്. 4096 49.7. ചൈന 3488 കിലോമീറ്റർ ഉണ്ട്. ഇതൊക്കെ പഠിച്ചു വെക്കണം.
പാകിസ്ഥാൻ 3323 കിലോമീറ്റർ, നേപ്പാൾ 1751 കിലോമീറ്റർ, മ്യാൻമാർ 1643 കിലോമീറ്റർ, ഭൂട്ടാൻ 699 കിലോമീറ്റർ, അഫ്ഗാനിസ്ഥാൻ 106 കിലോമീറ്റർ. ഇന്ത്യയുടെ വടക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ചൈന, നേപ്പാൾ, ഭൂട്ടാനാണ്. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമാണ്. ഇന്ത്യയുടെ വടക്ക് കിഴക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ബംഗ്ലാദേശ്, മ്യാൻമാർ ആണ്. ഇന്ത്യയുടെ വടക്ക് കിഴക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ. 2018 ഇന്ത്യ ലാൻഡ് ബോർഡ് ക്രോസിംഗ് കരാറിൽ ഏർപ്പെടുത്തിയ അയൽ രാജ്യം മ്യാൻമാർ ആണ്. ഇതും പഠിച്ചു വെക്കണം കേട്ടോ. മ്യാൻമാറുമായിട്ടാണ് ലാൻഡ് ബോർഡർ ക്രോസിംഗ് കരാറിൽ ഏർപ്പെട്ടത്. അപ്പൊ ഇന്ത്യയുമായിട്ട് കരാതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനാണ്. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം ഏതാണ്? മാലദ്വീപാണ് ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ അയൽ രാജ്യം ചൈനയാണ്. അപ്പോൾ ഇത് നോക്കണുണ്ട്, ഇവിടെ കൺഫ്യൂഷൻ വരിക. ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനും, എന്നാൽ ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം മാലദ്വീപുമാണ്. അതൊന്നും മാറരുത്. പോയിന്റുകളൊക്കെ ശരിക്കും നോക്കുക, സ്റ്റേറ്റ്മെന്റിലൊക്കെ ആയിരിക്കും ഇത് വരിക. ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ കരാതിർത്തിയുള്ള രാജ്യം ഏതാണ്? ബംഗ്ലാദേശ്, 4096.7 കിലോമീറ്റർ. ഇന്ത്യയുമായി ഏറ്റവും കുറവ് കരാതിർത്തിയുള്ള രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. അത് നോക്കുക, 106 കിലോമീറ്റർ ആട്ടോ. 106 കിലോമീറ്ററിന്റെ ഭാഗം ഇന്ത്യ അഫ്ഗാനിസ്ഥാനും തമ്മിൽ അതിർത്തി പങ്കിടുന്നുണ്ട്. ഇനി നേപ്പാൾ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളുടെ 3 വശങ്ങൾ ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്നു. ഇന്ത്യ, ചൈന, മ്യാൻമാർ എന്നീ രാജ്യങ്ങളുടെ അതിർത്തി സംഗമിക്കുന്ന പർവ്വതമാണ് അക്ക ബോറാസി. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഇന്ത്യ, ചൈന, മ്യാൻമാർ എന്നീ 3 രാജ്യങ്ങളുടെ അതിർത്തി സംഗമിക്കുന്ന പർവ്വതമാണ് ഏത്? അക്ക ബൊറാസി. ഓക്കെ, ഇനി ഇതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെയും അതുപോലെ തന്നെ ഇന്ത്യയുമായിട്ട് കരാതിർത്തിയുമായി ബന്ധപ്പെടുന്ന രാജ്യങ്ങളാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ നോക്കുക, ഇവിടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാ? അഫ്ഗാനിസ്ഥാന്, പാകിസ്ഥാന്, മാലദ്വീപ്, ഇന്ത്യ. ഓക്കെ, ഇന്ത്യയും അതിൽ നമ്മൾ പറയണം. പിന്നെ ശ്രീലങ്ക, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, നേപ്പാള്. പക്ഷെ നിങ്ങൾ നോക്കുക, ഇന്ത്യയുടെ ഈ ഒരു ഭാഗത്തന്നെ അല്ലേ, ഇന്ത്യ ടച്ച് ചെയ്തിട്ടല്ലേ മ്യാൻമാർ നിൽക്കുന്നത്. അതേപോലെ ചൈന ഈ ഭാഗത്ത് വരുന്നുണ്ട്. പക്ഷെ ഈ ചൈനയും മ്യാൻമാർ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമായിട്ടല്ല വരുന്നത്. ഓക്കെ, അപ്പൊ മറ്റുള്ള രാജ്യങ്ങൾ നിങ്ങൾ നോക്കുക, ഏതൊക്കെയാണ്? അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, മാലദ്വീപ്, ഇന്ത്യ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, നേപ്പാൾ, ഓക്കെ, ശ്രീലങ്ക. ഇത്രയും രാജ്യങ്ങളാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഓക്കെ, ഇന്ത്യൻ പെനിൻസുല. ഇനി ഈ ടേബിളൊക്കെ വായിച്ച് പഠിച്ചു വെക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഇനി കൂടുതൽ കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നില്ല. ജസ്റ്റ് ഇതൊന്ന് സൂചിപ്പിക്കണം എന്തൊക്കെ കാര്യങ്ങൾ അതിൽ പഠിക്കാനുള്ളത്. ഈ ടേബിൾ വളരെ പ്രധാനപ്പെട്ടതാണ്. രാജ്യം, അതിൽ അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങൾ എത്ര ഉണ്ട്, അല്ലെങ്കിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട്. ഇപ്പൊ നേപ്പാൾ 5 സംസ്ഥാനങ്ങൾ അതിർത്തി പങ്കിടുന്നു. ഏതൊക്കെയാണ് അതിർത്തി പങ്കിടുന്നത്? ഉത്തരാഖണ്ഡ്, സിക്കിം, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ. ഇത് പ്രധാനപ്പെട്ട ഒരു ടേബിളാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ നേപ്പാൾ പങ്കിടുന്നത് ബീഹാറുമായിട്ടാണ്, ഏറ്റവും കുറവ് സിക്കിമായിട്ടാണ്. അപ്പൊ അത്രയും ഡീറ്റെയിൽ ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ബംഗ്ലാദേശ് 5 സംസ്ഥാനങ്ങളായിട്ട് ബന്ധപ്പെടുന്നു: മിസോറാം, ത്രിപുര, അസം, മേഘാലയ, പശ്ചിമ ബംഗാൾ. അപ്പൊ താഴെ പറയുന്നതിൽ ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഏതല്ല. അപ്പൊ ഈ ഒരു അതിർത്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഈ ഭാഗത്തുനിന്നൊക്കെ ചോദ്യങ്ങളൊക്കെ ഒരുപാട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ ഈ അടുത്ത് നമ്മുടെ പാകിസ്ഥാനിലുള്ള ഭീകരവാദികൾ ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള ഏറ്റവും നിഷ്ഠൂരമായിട്ടുള്ള ആക്രമണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ അവിടുന്നൊക്കെ നമുക്ക് പഹൽഗാവുമായി ബന്ധപ്പെട്ടൊക്കെ ചോദ്യങ്ങളൊക്കെ നമുക്ക് വരാൻ സാധ്യത കൂടുതലാണ്. അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നടത്താൻ പോകുന്ന ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ബംഗ്ലാദേശ് 5 സംസ്ഥാനങ്ങൾ ബന്ധപ്പെടുന്നു. അത് ഏതെല്ലാം സംസ്ഥാനങ്ങളുമായിട്ടാണ്? അതിൽ ഏറ്റവും കൂടുതൽ പശ്ചിമ ബംഗാളായിട്ടാണ്, ഏറ്റവും കുറവ് ആസാമുമായിട്ടാണ്. ഇനി ചൈന 4 സംസ്ഥാനങ്ങളായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്ന് കേന്ദ്രഭരണ പ്രദേശം ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, അരുണാചൽ പ്രദേശ്, സിക്കിം, ലഡാക്ക് ആണ്. ഇതിൽ ചൈന ഏറ്റവും കൂടുതൽ അരുണാചൽ പ്രദേശുമായിട്ടും അതിൽ ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ്. സിക്കിം കുറവ്. ഭൂട്ടാൻ 4 സംസ്ഥാനങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുന്നു. ഒന്ന് സിക്കിം, പശ്ചിമ ബംഗാൾ, അസം, അരുണാചൽ പ്രദേശ്. അതിൽ കുറവ് കൂടുതൽ അസവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, കുറവ് സിക്കിമും. മ്യാൻമാറോ 4 സംസ്ഥാനങ്ങളാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്: അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം. അരുണാചൽ പ്രദേശാണ് അതിൽ ഏറ്റവും കൂടുതൽ, കുറവ് നാഗാലാൻഡ്. ഇനി പാകിസ്ഥാൻ നോക്കിക്കോളൂ. പാകിസ്ഥാനുമായിട്ട് 3 സംസ്ഥാനങ്ങൾ അതിർത്തി പങ്കിടുന്നു. 2 കേന്ദ്രഭരണ പ്രദേശങ്ങളും പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്നു. ഇപ്പോൾ രാജസ്ഥാൻ, ഗുജറാത്ത്, പഞ്ചാബ്, ജമ്മു കാശ്മീർ, ലഡാക്ക്. ഓക്കെ, ആ 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഒന്ന് ജമ്മു, ലഡാക്കാണ്. ഓക്കെ, ജമ്മു കാശ്മീർ, ലഡാക്ക് 3 സംസ്ഥാനങ്ങൾ: രാജസ്ഥാൻ, ഗുജറാത്ത്, പഞ്ചാബ്. ഇതിൽ ഏറ്റവും കൂടുതൽ രാജസ്ഥാനായിട്ടാണ്. കേന്ദ്രഭരണ പ്രദേശം ജമ്മു കാശ്മീർ.
ഇനി ഏറ്റവും കുറവ് ഗുജറാത്തുമായിട്ടാണ് ഇതിൽ ബന്ധപ്പെട്ട് ഇരിക്കുന്നത്. കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക്. ഓക്കെ. അഫ്ഗാനിസ്ഥാൻ ഒരു കേന്ദ്രഭരണ പ്രദേശമായിരുന്നു ബന്ധം ലഡാക്ക്. അതിലൂടെയാണ് ആ 106 കിലോമീറ്റർ കരാതിർത്തി പങ്കിടുന്നത്. ഓക്കെ. യെസ്. ഇനി സംസ്ഥാനങ്ങളും രാജ്യാന്തര അതിർത്തികളുമാണ്. അപ്പൊ അയൽ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 16 ഇപ്പൊ ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ, ഉത്തരാഖണ്ഡ്, പശ്ചിമ ബംഗാൾ, സിക്കിം, അസം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, മേഘാലയ. ഓക്കെ. അപ്പൊ ഇത് പഠിച്ചു വെക്കുക. അത് നമ്മുടെ ഇന്ത്യയുടെ ഒരു മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ, അതാ ഞാൻ ആദ്യം കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞത്, മാപ്പ് സ്റ്റഡി വളരെ പ്രധാനപ്പെട്ടതാണ്. സംസ്ഥാനങ്ങൾ എവിടേക്കാണ് നിൽക്കുന്നത് എന്നുള്ളതിനെ കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം ചെയ്യാൻ പറ്റും. കറക്റ്റ് അത് മനസ്സിലാക്കി വെക്കണം, ആ സംസ്ഥാനങ്ങളും അതിന്റെ തലസ്ഥാനങ്ങളൊക്കെ. ഇനി അയൽ രാജ്യങ്ങളുമായിട്ട് കരാതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 2. ജമ്മു കാശ്മീർ, ലഡാക്കുമാണ്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്, 8 സംസ്ഥാനങ്ങളാണ്. പ്ലസ് ഡൽഹിയും ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കേന്ദ്രഭരണ പ്രദേശം. അപ്പോ ഇനി നോക്കിക്കോളൂ, ഒരേ ഒരു സംസ്ഥാനമായി മാത്രം അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം സിക്കിമാണ്. ഏതാണ്? പശ്ചിമ ബംഗാളായിട്ട്. പിന്നെ അതേപോലെ തന്നെ മേഘാലയ, അസം. ഓക്കെ. ആസാമുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഇനി പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് നമ്മുടെ രാജസ്ഥാനാണ്. അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ചെറുത് സിക്കിമാണ്. ഏറ്റവും കൂടുതൽ ദൂരം രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. എത്രയാണ്? 2509.7 കിലോമീറ്റർ. ബംഗ്ലാദേശുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര കരാതിർത്തിയും കടൽ തീരവുമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് പശ്ചിമ ബംഗാൾ, ഗുജറാത്ത്. ഏറ്റവും കൂടുതൽ ദൂരം അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന രണ്ടാമത്തെ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ഏറ്റവും കുറവ് ദൂരം രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് നാഗാലാൻഡ് ആണ്. 3 വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ത്രിപുരയാണ്. 3 വശവും 3 വിദേശ രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശമാണ് സിക്കിം, പശ്ചിമ ബംഗാൾ, അരുണാചൽ പ്രദേശ്, ലഡാക്ക്. 3 വശവും 3 വിദേശ രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശത്തേക്കാണ് സിക്കിമും, പശ്ചിമ ബംഗാളും, അരുണാചൽ പ്രദേശ്, ലഡാക്ക്. ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായി മാത്രം അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് തെലങ്കാന, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഹരിയാന. ഇന്ത്യയുടെ സമുദ്രാതിർത്തിയിലേക്കാണ് നമ്മൾ പോകുന്നത്. കടൽ തീരത്ത് ഏകദേശം 12 നോട്ടിക്കൽ മൈൽ, ഏകദേശം 21.9 കിലോമീറ്റർ വരെയുള്ള സമുദ്രഭാഗവും ഇന്ത്യയുടെ അതിർത്തിയായിട്ടാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഏകദേശം 12 നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 21.9 കിലോമീറ്റർ ആണ് വരുന്നത്. ഏകദേശം 22. ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം 7516.6 കിലോമീറ്റർ ആട്ടോ. അത് പഠിച്ചു വെക്കണം. ആൻഡമാൻ നിക്കോബാർ ലക്ഷദ്വീപ് തീരം ഉൾപ്പെടെയാണ് 7516 കിലോമീറ്റർ. ഇനി ഇന്ത്യയുടെ കരഭാഗത്തെ സമുദ്ര ദൈർഘ്യമാണ് 6100 ആണ്. പഠിച്ചു വെക്കുക. ഇന്ത്യൻ മഹാസമുദ്രം, ബംഗാൾ ഉൾക്കടൽ, അറബിക്കടൽ എന്നിവ സംഗമിക്കുന്നത് കന്യാകുമാരിയിലാണ്. ഇനി അതുപോലെ തന്നെ ഇന്ത്യയുമായിട്ട് സമുദ്രാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം 7 ഏതൊക്കെയാണ് ഇന്ത്യയുമായിട്ട് സമുദ്രാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ? ശ്രീലങ്ക, മാലദ്വീപ്, പാകിസ്ഥാൻ, ഇന്തോനേഷ്യ, തായ്ലൻഡ്, മ്യാൻമാർ, ബംഗ്ലാദേശ്. ഒക്കെ പഠിച്ചു വെക്കുക. ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അയൽ രാജ്യങ്ങളിൽ നിന്ന് ശ്രീലങ്കയും അതുപോലെ തന്നെ മാലദ്വീപാണ്. മാലദ്വീപ് ഇന്ത്യയുടെ വെസ്റ്റ് ഭാഗത്തും ശ്രീലങ്ക ഇന്ത്യയുടെ നമ്മൾ ആ ഒരു കറക്റ്റ് പറയുകയാണെങ്കിൽ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് മാലദ്വീപും അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ശ്രീലങ്ക സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയെ വേർതിരിക്കുന്നത് ഏതാണ്? ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലെടുക്കുകയാണ് കേട്ടോ. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയെ വേർതിരിക്കുന്നത് ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലെടുക്കുമാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുമായി സമുദ്രാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ തായ്ലാന്റ്, ഇന്തോനേഷ്യ, മ്യാൻമാർ. ഇന്ത്യയുടെ ആൻഡമാൻ ദ്വീപിനും മ്യാൻമാറിലെ കോക്കോ ദ്വീപിനും ഇടയിൽ കോക്കോ ചാനൽ ഒരു ജല അതിർത്തിയായിട്ട് നിലകൊള്ളുന്നു. ഇനി അതിർത്തി രേഖകളൊന്ന് നോക്കാം. ഇന്ത്യ പാകിസ്ഥാനാണ് റാഡ്ക്ലിഫ് രേഖയാണ്, അല്ലാതെ പാക് ലൈൻ അല്ലട്ടോ, പാക് കടലെടുക്ക് അല്ലട്ടോ. ഇന്ത്യ പാകിസ്ഥാൻ റാഡ്ക്ലിഫ് ആണ്. അതിർത്തി നിർണയിച്ചാരാണ്? സിറിൽ റാഡ്ക്ലിഫ് ആണ്. ഇന്ത്യ ചൈന മക്മോഹൻ രേഖയാണ്. അതിർത്തി നിർണയിച്ച ഹെൻറി മക്മോഹൻ ആണ്. ഇന്ത്യ ശ്രീലങ്ക പാക് കടലെടുക്ക്, അതേപോലെ ഗൾഫ് ഓഫ് മാന്നാർ. ഇന്ത്യ മാലദ്വീപ് 8 ഡിഗ്രി ചാനലാണ്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഡ്യൂറന്റ് രേഖ, അതിർത്തി നിർണയിച്ച് മോർട്ടിമർ ഡ്യൂറന്റ് ആണ്. ഇന്ത്യ നിക്കോബാർ ദ്വീപുകള്, ഇന്തോനേഷ്യ സുമാത്ര ദ്വീപ് 6 ഡിഗ്രി ചാനൽ, ഗ്രേറ്റ് ചാനൽ. ഓക്കെ. ഇനി ഇന്ത്യയുടെ കടൽ തീരം നോക്കാം. കടൽ തീരമുള്ള സംസ്ഥാനങ്ങൾ 9 ഏതൊക്കെയാ? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ. ഇതൊക്കെ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്.
അറബിക്കടലുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളാണ് തമിഴ്നാട്, കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്. ഏറ്റവും കൂടുതൽ സമുദ്രമുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത്. ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള സംസ്ഥാനം ഗുജറാത്താണ്. ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം തമിഴ്നാട്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ്. എത്രയാണ്? 1076 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. രണ്ടാമത് ആന്ധ്രാപ്രദേശാണ്, 974 കിലോമീറ്റർ. ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ്. ഏറ്റവും കുറവ് സമുദ്രതീരമുള്ള സംസ്ഥാനം ഗോവയാണ്. ബംഗാൾ ഉൾക്കടലുമായിട്ട്, ഗോവയുടെ എത്ര കിലോമീറ്റർ ആണെന്ന് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ബംഗാൾ ഉൾക്കടലുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ. ദക്ഷിണേന്ത്യയിൽ കടൽത്തീരമില്ലാത്ത സംസ്ഥാനം തെലങ്കാനയാണ്. കടൽത്തീരമുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ ദാദ്ര നഗർ ഹവേലി, ദാമൻ ദിയു, പുതുച്ചേരി, ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ. ഇനി ഇന്ത്യയുടെ മാനക സമയമൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞാണ്. കൂടുതൽ ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത് സമയം കളയുന്നില്ല. ആ മാനക സമയം എത്ര? 82 ഡിഗ്രി പൂർവ്വ രേഖാംശമാണ്. സംസ്ഥാനങ്ങൾ ഏതൊക്കെ? ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഒഡീഷ, ചണ്ഡീഗഡ്, ആന്ധ്രാപ്രദേശ്. ഓക്കെ, എവിടെയാണ് 8 ഡിഗ്രി കിഴക്ക് രേഖാംശരേഖ കടന്നു പോകുന്ന ഇന്ത്യയിലെ പ്രധാന സ്ഥലങ്ങൾ? അലഹാബാദാണ്. ഉത്തർപ്രദേശിലെ കക്കിനട, ആന്ധ്രാപ്രദേശ്. അലഹാബാദ് ഉത്തർപ്രദേശ്, അതുപോലെ കാക്കിനാട് ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിൽ ഒരു സമയമേഖല മാത്രമാണ് ഇന്ത്യയിലുള്ളത്. ഇനി ഇവിടെ ഒരു പ്രധാന പോയിന്റ് ഉണ്ട്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിലെ ജനങ്ങൾ ആവശ്യപ്പെട്ടിരുന്ന പുതിയ സമയമേഖല. ഇതൊരു പ്രധാന ചോദ്യമാണ്. ഇത് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് ഈ സമയമേഖല. കാരണം സമയമേഖലയുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഏതാണ്? ചായ് ബഗാൻ സമയമേഖല. ഏതാണ്? ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിൽ ജനങ്ങൾ ആവശ്യപ്പെടുന്ന പുതിയൊരു സമയമേഖലയാണ് ചായ് ബഗാൻ സമയ മേഖല എന്ന് പറയുന്നത്. ഇപ്പോൾ അലഹാബാദിനടുത്ത് മിർസാപൂർ പ്രദേശത്തിൽ കടന്നു പോകുന്ന 8 ഡിഗ്രി കിഴക്ക് രേഖാംശയിലെ പ്രദേശങ്ങളുടെ സമയമാണ് ഇന്ത്യയിലെ മാനക രേഖാംശം കണക്കാക്കുന്നത്. ഓക്കെ, ഇനി ഇന്ത്യയുടെ കിഴക്കേറ്റം സ്ഥിതി ചെയ്യുന്ന അരുണാചൽ പ്രദേശിലെ സമയം പടിഞ്ഞാറേറ്റ് സ്ഥിതി ചെയ്യുന്ന ഗുജറാത്തിലെ സമയത്തേക്കാൾ 2 മണിക്കൂർ മുമ്പിലാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സമയമേഖല ഒരു പുതിയതായിട്ട് ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ ഇന്ത്യയിൽ 3 സമയമേഖലകളൊക്കെ ഇന്ത്യയിൽ വേണ്ടി വരും, അല്ലെങ്കിൽ 2 സമയമേഖലകൾ ഇന്ത്യയിൽ വേണ്ടി വരും. അപ്പൊ അതൊക്കെ സമയമേഖല ഒരുപാട് ഉണ്ടായി കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിലെ ഇന്ത്യയുടെ ഔദ്യോഗിക സമയമേഖലയായി പ്രഖ്യാപിച്ചതും പഠിച്ചു നോക്കുക 1947 സെപ്റ്റംബർ 1-നാണ്. ഓക്കെ, ഇതൊക്കെ പ്രധാന പോയിന്റുകൾ ഇപ്പൊ നമ്മളിവിടെ 2 പറഞ്ഞു. ഒന്ന് ചായ് ബഗാൻ സമയമേഖല കേട്ടോ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എത്രയാണ്? ഗ്രീനിച്ച് സമയം 5.5 മണിക്കൂർ മുന്നിലാണ് നമ്മൾ പറഞ്ഞു. ഇനി ഉത്തരായനരേഖയും ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഉത്തരായനരേഖ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖയാണ് ഉത്തരായനരേഖ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖയാണ് ഉത്തരായനരേഖ. 23 ഡിഗ്രി വടക്കാണ്, തെക്കല്ല. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ 2ആയി വിഭജിക്കുന്ന അക്ഷാംശമാണ് 23 ഡിഗ്രി വടക്ക്. ഉത്തരായനരേഖ തെക്ക് ഭാഗം ഉഷ്ണമേഖലയിലും വടക്ക് ഭാഗം ഉപോഷ്ണ മേഖലയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ ഇന്ത്യ ഉഷ്ണമേഖല, ഉപോഷ്ണ മേഖല എന്നീ 2 മേഖലകൾ വ്യാപിച്ചിരിക്കുന്നു. ഇനി ഉത്തരായനരേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 8 സംസ്ഥാനങ്ങളാണ് കടന്നു പോകുന്നത്. ഓക്കെ, നോക്കിക്കോളൂ. ഇന്ത്യയുടെ മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ലേറ്റസ്റ്റ് മാപ്പ്. വളരെ വളരെ പ്രധാനം. ഇത് ശരിക്കും പഠിച്ചു വെച്ചാൽ തന്നെ ഒരുപാട് ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ മാപ്പൊക്കെ നോക്കി ഇന്ത്യയിലെ നമ്മുടെ സംസ്ഥാനങ്ങളും അതിൻ്റെ തലസ്ഥാനങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ സ്റ്റഡി നോട്ടിൽ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് പഠിക്കാനുള്ള നോട്ടിൽ വളരെ ഡീറ്റെയിൽ ചെയ്തിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചിത്രം കണ്ടാൽ തന്നെ ഇന്ത്യയിൽ കടൽ തീരമുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്, കടൽ തീരം ഇല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്, ഓരോ രാജ്യങ്ങളായിട്ട് അതിർത്തി പങ്കിടുന്നത് ഒക്കെ ഇതിൽ വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഉത്തരായനരേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ത്രിപുര, മിസോറാം, പശ്ചിമ ബംഗാൾ. ഇത് പഠിക്കാനൊക്കെ ഒരു കോഡൊക്കെ ഉണ്ടല്ലോ അല്ലേ? അപ്പൊ അതൊക്കെ ഒന്ന് ആ കോഡൊക്കെ അറിയുന്നവർക്ക് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി നേരെ നമുക്ക് നോക്കാനുള്ള കാര്യങ്ങൾ. യെസ്, ഇപ്പൊ ഉത്തരായനരേഖ ഏറ്റവും കൂടുതൽ കടന്നു പോകുന്ന ഇന്ത്യ സംസ്ഥാനത്തിൽ ഏതാ? മധ്യപ്രദേശാണ്. അപ്പോൾ ഉത്തരായനരേഖയ്ക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരമാണ് റാഞ്ചി, ജാർഖണ്ഡ്. ഉത്തരായനരേഖ 2 തവണ മുറിച്ച് കടന്നു പോകുന്ന നദിയാണ് മാഹി. ഉത്തരായനരേഖയ്ക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ നഗരമാണ് ഉദയ്പൂർ, ത്രിപുരയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഉത്തരായനരേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മെഗാ മെട്രോപൊളിറ്റൻ നഗരമാണ് അലഹാബാദ്. 23.5 ഡിഗ്രി 0.2 മിനിറ്റ് നോർത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെട്രോപൊളിറ്റൻ നഗരമാണ് തിരുവനന്തപുരം. 8 ഡിഗ്രി 17 മിനിറ്റ് നോർത്തിൽ സ്ഥിതി ചെയ്യുന്നു തിരുവനന്തപുരം, അക്ഷാംശമാണ്. ഇനി ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ സംസ്ഥാന തലസ്ഥാന നഗരമാണ് തിരുവനന്തപുരമാണ്. ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന
മെഗാ നഗരം അതിൽ ബംഗളൂരുവാണ്. 12°97' നോർത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഓക്കെ, ഇനി ഇന്ത്യയിൽ കുറച്ച് അടിസ്ഥാന വിവരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മാത്രമാണുള്ളത്. അതൊക്കെ നിങ്ങളെ പ്രിന്റ് നോട്ട് പഠിക്കുക. ഇന്ത്യയിലെ ഏറ്റവും ചെറുതും വലുതും. ഇനി നമ്മൾ കൂടുതൽ കാര്യങ്ങളൊന്നും നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. ഇനി ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ വിവരങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്യാം. സംസ്ഥാനങ്ങളും പേരിന്റെ അർത്ഥവും കൊടുക്കുന്ന ഭൂപ്രകൃതി. ഇനിയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് നമ്മൾ പോകുന്നത്, ഇന്ത്യയിലെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട്. ഓക്കെ, ഇവിടെ ഈ ഫിസിയോഗ്രഫി ഓഫ് ഇന്ത്യയുടെ ഭാഗമായിട്ട് നമുക്ക് ഇനി നോക്കേണ്ടതാണ് ഭൂപ്രകൃതി. ഇന്ത്യൻ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് എനിക്ക് പറയാൻ പോകുന്നത്. ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു ഭൂപ്രദേശത്തിന്റെ ഭൂപ്രകൃതിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഏതൊക്കെയാണ്? ശിലാഘടനയുണ്ട്, ഭൗമപ്രക്രിയയുണ്ട്, പരിണാമഘട്ടങ്ങളുണ്ട്. അപ്പോൾ ഭൗതിക ഘടകങ്ങളുടെ വൈവിധ്യമാണ് ഇന്ത്യൻ ഭൂപ്രദേശത്തിന്റെ സവിശേഷത. ഇന്ത്യയിലെ പ്രധാന ഭൂവിഭാഗങ്ങളാണ് ഏതൊക്കെയാണ്? ഉത്തരപർവ്വത മേഖല. നമ്മൾ ആ തുടക്കം എങ്ങനെയായിരുന്നു? ഇന്ത്യയുടെ നോർത്ത് നിന്ന് തുടങ്ങുകയാണ്. ആദ്യ ഉത്തരപർവ്വത മേഖല, അതിന് താഴെ ഉത്തര മഹാസമുദ്രം, പിന്നെ ഉപദ്വീപീയ പീഠഭൂമി, തീരപ്രദേശങ്ങൾ, ദ്വീപുകൾ. അതേപോലെ ഒന്നുകൂടി ഇതിലുണ്ട് നമ്മുടെ മരുഭൂമികളുണ്ട്. ഇന്ത്യയിലെ മരുഭൂമികളെ കുറിച്ചൊക്കെ അത് ചെറിയൊരു ഭൂവിഭാഗമായതുകൊണ്ട് തന്നെ നമ്മളിവിടെ പറയുന്നുണ്ട്. ശരിക്കും 6 ഭൂവിഭാഗങ്ങൾ ഇന്ത്യയിലുണ്ടെന്ന് പറയും. ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമുദ്രം, ഇന്ത്യൻ മരുഭൂമികൾ, ഇന്ത്യൻ പീഠഭൂമി, തീരപ്രദേശം, ദ്വീപുകൾ. ഓക്കെ, ഇവയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾ നോക്കി, ഏകദേശം 10.7% പ്രദേശം പർവ്വതങ്ങളാലും, ഇന്ത്യയുടെ മൊത്തം ജോഗ്രഫിയെ കുറിച്ച് പറയാണ്, 18.5% കുന്നുകളാലും, 27.7% പീഠഭൂമികളാലും, 43.2% സമതലങ്ങളാലും കാണപ്പെടുന്നു. ഏത്? നമ്മുടെ ഇന്ത്യ. അപ്പോൾ ഈ ശതമാനക്കണക്കുകളൊക്കെ ശരിക്കത് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഇത് ഉത്തരപർവ്വത മേഖല. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ഉത്തരപർവ്വത മേഖല പറഞ്ഞിട്ട് നമ്മളത് അവസാനിപ്പിക്കും. പിന്നെ നമുക്ക് ഉത്തരമഹാസമുദ്രം, ഉപദ്വീപീയ പീഠഭൂമി, തീരപ്രദേശം, ദ്വീപുകളൊക്കെ വിശദമായിട്ട് നമുക്ക് നോക്കാനുണ്ട്. അപ്പൊ നമുക്ക് നോർത്ത് ആൻഡ് മൗണ്ടൻ റീജിയനിലെ കാര്യങ്ങൾ നോക്കാം. ഓക്കെ, പിന്നെ ഇതിനെക്കുറിച്ചുള്ള ഇനിയുള്ള ബാക്കിയുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ കോഴ്സിൽ ജോയിൻ ചെയ്ത ആളുകൾക്ക് മാത്രമായിരിക്കും, പ്രൈവറ്റ് ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഉത്തരപർവ്വത മേഖല നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചിത്രമുണ്ട്. ഇന്ത്യ ഉത്തരപർവ്വത മേഖലകൾ എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റ് 10ാം ക്ലാസ്സിലെ പഴയ ടെക്സ്റ്റ് ബുക്ക് ജോഗ്രഫിയിൽ കാണാൻ പറ്റും, 2ാം ഭാഗത്ത്. അപ്പൊ ഇവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട് ABC എന്നൊക്കെ പറഞ്ഞ്, അതേപോലെ 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് എന്തൊക്കെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് ആ ടേബിളിൽ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അതിൽ ABC കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഈ ഭാഗത്താണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഇതൊക്കെ 10ാം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് കുട്ടികൾക്ക് ഇങ്ങനെ മാപ്പൊക്കെ വന്നിട്ട് അടയാളപ്പെടുത്താൻ കൊടുക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ആ ചോദ്യങ്ങളാണ്. ഇതിനോട് 1, 2, 3 റോമൻ ലെറ്റേഴ്സിൽ കൊടുത്തിട്ടുള്ളത് ഏതൊക്കെയാണ്? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഇവിടെ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഇനി 1, 2, 3, 4 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. 1 പത്കായും, നാഗാ കുന്നുകൾ, ഗാരോ, ഗാസി, ജയന്തി, മീസോ കുന്നുകൾ. ഓക്കെ, പത്കായും, ഗാരോ, ഗാസോ കുന്നുകൾ, ജയന്തി കുന്നുകളൊക്കെയാണ് ഈ ഭാഗത്തുള്ളത്. അങ്ങനെ ഹിമാലയ പർവ്വതവും വടക്ക് കിഴക്കൻ കുന്നുകളും ഉൾപ്പെടുന്നതാണ് ഉത്തരപർവ്വത മേഖല. ഇനി ഉത്തര പർവ്വത മേഖലയുടെ സ്ഥാനം ലഡാക്കിന് വടക്ക് പടിഞ്ഞാറ് മുതൽ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി അരുണാചൽ പ്രദേശ് വരെയാണ്. ഉത്തരപർവ്വത മേഖലയുടെ പ്രാധാന്യം എന്താണ്? കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു, പ്രകൃതിദത്തമായി കോട്ടയായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നു. പിന്നെ അതേപോലെ വൈദേശിക ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷണം, നദികളുടെ ഉത്ഭവം, ശൈത്യകാലത്ത് മധ്യേഷ്യയിൽ നിന്നും വീശുന്ന ശീതക്കാറ്റിന് ഇന്ത്യയിലേക്ക് കടത്തിവിടാതെ സംരക്ഷിക്കുന്ന ഉത്തരപർവ്വത മേഖലയാണ്. മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിലുടനീളം മഴ ലഭിക്കാൻ കാരണമെന്ന് ഉത്തരപർവ്വത മേഖലയാണ്. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റിൽ വരാം. അപ്പൊ ശരിക്കും പഠിച്ചു നോക്കുക, ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളാണ്. വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിന്നുള്ള വൈദേശിക ആക്രമണങ്ങളിൽ നിന്നും ഒരു പരിധി വരെ ഇന്ത്യയെ സംരക്ഷിക്കുന്നത് ഉത്തരപർവ്വത മേഖലയാണ്. ഉത്തരപർവ്വത മേഖല ആ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയുടെ അടിസ്ഥാനത്തിൽ 3 വലിയ വിഭാഗങ്ങൾ നാട്ടോ ഇത്. ഓക്കെ, 3 വലിയ വിഭാഗങ്ങളാക്കി എന്ത് ചെയ്യുന്നു? തരംതിരിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, യെസ്, അത് ക്ലിയർ ചെയ്യും. നമ്മൾ ആ ഒരു തെറ്റുകളൊക്കെ കൂടെ ക്ലിയർ ചെയ്യും കേട്ടോ. നോട്ട് പ്രിന്റ് ചെയ്യാനാകുമ്പോഴേക്കും നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും ക്ലാസ് കഴിഞ്ഞാൽ. അപ്പോൾ ഏതായാലും ഈ ടോപ്പിക്ക് മൊത്തം കംപ്ലീറ്റ് ആയിരിക്കും. മിക്കവാറും ഇന്ന് അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ നാളെ ആകുമ്പോഴേക്കും ഇതിന്റെ നോട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഷെയർ ചെയ്യും. പിന്നെ ഇതിന്റെ ക്ലാസ്സുകൾ പിന്നീട് നമ്മളത് അതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അത് പ്രിന്റ് എടുത്തിട്ട് പഠിച്ചു തുടങ്ങുക. കാരണം അതൊന്നും ഇപ്പോൾ ക്ലാസ് എടുത്ത് തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഈ വിഷയങ്ങൾ ഇതിനൊന്നും. ഇപ്പോൾ നമുക്കറിയാം ഉത്തരപർവ്വത മേഖല 3ആയി തിരിച്ചിരിക്കുന്നു. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ. ഇതാ കറക്റ്റ് ഓർഡറിലാണ്. ആദ്യം ട്രാൻസ് ഹിമാലയം വരുന്നു,
പിന്നെ ഹിമാലയം കിഴക്കൻ മലനിരകളിലായിട്ടായിരിക്കും ഉണ്ടാവുക. ഇതാണ് നമ്മുടെ ട്രാൻസ് ഹിമാലയം. ഹിമാലയം ഈ ഭാഗത്താണ് കിഴക്കൻ മലനിരകൾ വരുന്നത്. ഓക്കെ, ആദ്യം ട്രാൻസ് ഹിമാലയം കേട്ടോ, പിന്നെ ഹിമാലയം, പിന്നെ കിഴക്കൻ മലനിരകൾ. അപ്പോൾ ട്രാൻസ് ഹിമാലയൻ നിരകളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ട്രാൻസ് ഹിമാലയൻ നോക്കാം. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഇത് നോക്കുകയാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ. അപ്പോൾ ട്രാൻസ് ഹിമാലയൻ നിരകളിലേക്ക് പോകുമ്പോൾ ഹിമാലയത്തിന്റെ വടക്കൻ ഭാഗങ്ങളാണ് ട്രാൻസ് ഹിമാലയം. ജമ്മു കാശ്മീരിന്റെയും ലഡാക്കിന്റെയും വടക്ക് കിഴക്കുമായി സ്ഥിതി ചെയ്യുന്ന പർവ്വത മേഖല ട്രാൻസ് ഹിമാലയം. ഈ വടക്ക് കിഴക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ആയിരിക്കും സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകുക, കൺഫ്യൂഷൻ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ശരിക്കത് ആ ചിത്രങ്ങൾ വെച്ച് തന്നെ പഠിക്കുക. ജമ്മു കാശ്മീരിന്റെ ലഡാക്കിന്റെയും വടക്ക്, അതുപോലെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന പർവ്വത മേഖലയാണ് ട്രാൻസ് ഹിമാലയം. ട്രാൻസ് ഹിമാലയത്തിന്റെ ശരാശരി ഉയരം 6000 മീറ്റർ ആണ്. ടിബറ്റൻ പീഠഭൂമിയുടെ തുടർച്ചയായി കാണപ്പെടുന്ന പർവ്വത മേഖലയാണ് ട്രാൻസ് ഹിമാലയം. പർവ്വത മേഖല നമ്മൾ ട്രാൻസ് ഹിമാലയൻ നിരകൾ കേട്ടോ. സിന്ധു, സത്ലജ്, ബ്രഹ്മപുത്ര തുടങ്ങിയ മുൻകാല നദികൾ, അതായത് ഉത്ഭവിക്കുന്ന പർവ്വതനിരയാണ് ട്രാൻസ് ഹിമാലയ നിരകൾ. ഹിമാദ്രിക്ക് വടക്കായി സസ്കർ പർവ്വതനിരകൾക്ക് സമാന്തരമായി നിലകൊള്ളുന്ന പർവ്വതനിരയാണ് ട്രാൻസ് ഹിമാലയം. ഹിമാദ്രിക്ക് വടക്കായിട്ട് അതേപോലെ സസ്കർ പർവ്വതനിരകൾക്ക് സമാന്തരമായി നിലകൊള്ളുന്നതാണ് ട്രാൻസ് ഹിമാലയം. ട്രാൻസ് ഹിമാലയൻ പർവ്വത മേഖലയെ ഗ്രേറ്റ് ഹിമാലയത്തിൽ നിന്ന് വേർതിരിക്കുന്നത് ഏതാണ്? നമ്മുടെ ഹിംഗ് ലൈൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ITSZ, ഇൻഡസ് സാങ്പോ സ്യൂച്ചർ സോൺ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. സ്യൂച്ചർ സോൺ. അപ്പോൾ ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ടുള്ള ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്ക്. ട്രാൻസ് ഹിമാലയൻ പർവ്വതനിരയെ 3ആയി തരംതിരിച്ചിരിക്കുന്നു: കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഇനി ജമ്മു ശ്രീനഗർ സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് സസ്കർ. നങ് പർവ്വത് 8126 മീറ്റർ നിരകളാണ് സസ്കർ നിരയിലെ പ്രധാന പർവ്വതനിര. സസ്കർ പർവ്വതനിരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ചുരങ്ങളാണ് ഷിക്കില, ലിപ്പുലേഖ്, മന ചുരം. ഇനി സസ്കർ പർവ്വതനിരയ്ക്ക് വടക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ലഡാക്ക് നിരകൾ. ട്രാൻസ് ഹിമാലയത്തിൽ വടക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് കാരക്കോറം. ഉയർന്ന ഏഷ്യയുടെ നട്ടെല്ല്, ബാക്ക് ബോൺ ഓഫ് ഹൈ ഏഷ്യ എന്നറിയപ്പെടുന്നത് കാരക്കോറം പർവ്വതനിരയാണ്. ഇന്ദിരാകൂൾ സ്ഥിതി ചെയ്യുന്ന മലനിര കാരക്കോറം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ, 8661 മീറ്റർ ആണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി ഗോഡ്വിൻ ഓസ്റ്റിൻ ഏതാണ്? ലോകത്തിൽ വെച്ച് നോക്കുമ്പോൾ രണ്ടാമതാണ് മൗണ്ട് കേറ്റു. മൗണ്ട് കേറ്റുവിന്റെ പ്രാദേശിക പേരുകളാണ് ദപ്പാങ്, ലാംബ, പഹർ. മൗണ്ട് കേറ്റു, ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് കാരക്കോറം. ഇത് 2016 96ാമത്തെ ചോദ്യമായിരുന്നു. മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വതനിരയിലാണ്? കാരക്കോറം പർവ്വതനിരയിലായിരുന്നു. സിമ്പിൾ ചോദ്യമാണ് വന്നത്. പക്ഷെ ഇവിടെ നിന്നൊക്കെ ഇനി സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വരാം. നന്നായിട്ട് ഈ ഭാഗങ്ങൾ പഠിച്ചു വെക്കണം. അതുകൊണ്ട് കൂടുതൽ പോയിന്റുകൾ വരുന്നുണ്ട്. കാരക്കോറം പർവ്വതനിരയുടെ പ്രധാന ഹിമാനികളാണ് സിയാച്ചിൻ, BFO, ബാൾട്ടോറോ, ഹിസ്പൂർ എന്നിവ. അഫ്ഗാനിസ്ഥാൻ, ചൈന എന്നീ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്ക് അതിർത്തിയായി നിലകൊള്ളുന്ന പർവ്വതനിരയാണ് കാരക്കോറം. ഇന്ത്യക്കും തുർക്ക്മിസ്ഥാനും ഇടയിലായി വാട്ടർഷെഡായി നിലകൊള്ളുന്ന പർവ്വതനിരയാണ് കാരക്കോറം. കൃഷ്ണഗിരി എന്ന് സംസ്കൃത കൃതികളിൽ പരാമർശിച്ചിരിക്കുന്ന പർവ്വതനിരയാണ് കാരക്കോറം. റുഡ്യാർഡ് ക്ലിപ്പിംഗിന്റെ കിം എന്ന നോവലിൽ പരാമർശിക്കുന്ന പർവ്വതനിര കാരക്കോറമാണ്. കാരക്കോറം പർവ്വതനിരയുടെ തുടർച്ചയായി ടിബറ്റിൽ സ്ഥിതി ചെയ്യുന്ന കൊടുമുടിയാണ് കൈലാസ നിരകൾ. കൈലാസത്തെ ടിബറ്റിൽ വിളിക്കുന്ന പേരാണ് കാങ്റിംഗ് ബോച്ചെ. ഇനി ലോകത്തിന്റെ മേൽക്കുര. ലോകത്തിന്റെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ലോകത്തിന്റെ മേൽക്കുര എന്ന് വിശേഷിപ്പിക്കുന്ന പീഠഭൂമിയാണ് പാമീർ പീഠഭൂമി. പാമീർ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത് മധ്യേഷ്യയിലാണ്. പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും വിഭിന്ന ദിശകളിലേക്ക് പിരിഞ്ഞു പോകുന്ന പർവ്വതനിരകളാണ് ഹിന്ദുകുഷ്, സുലൈമാൻ, ടിയാൻഷാൻ, കുൻലുൻ, കാരക്കോറം. ഇതും പഠിച്ചു വെക്കണം, ഈ പർവ്വതനിരകൾ ഏതൊക്കെയാണെന്നുള്ളത്. പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് വിഭിന്ന ദിശകളിലേക്ക് പിരിഞ്ഞു പോകുന്ന പർവ്വതനിരകളാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി ഹിന്ദുകുഷ് പർവ്വതനിര സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമാണ്. ഹിമാനികളെ കുറിച്ച് നോക്കേണ്ടത് ഈ ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് ഹിമാലയൻ മേഖലയിലെ പ്രധാന ഹിമാനികളാണ് ഗംഗോത്രി, യമുനോത്രി, സിയാച്ചിൻ, ബൽട്ടോറോ, ബിയാഫോ, ബദുര ഹിമാനികളാണ്. പടിഞ്ഞാറൻ ഹിമാലയൻ മേഖലയിലെ ഹിമരേഖയുടെ സ്നോ ലൈൻ ശരാശരി ഉയരം 3500 മീറ്റർ ആണ്. കിഴക്കൻ ഹിമാലയത്തിൽ ഇത് 2500 മീറ്റർ ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഹിമാലയത്തിൽ ഏകദേശം 15000 ഹിമാനികൾ ഉണ്ടെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ യുദ്ധക്കളം സിയാച്ചിനാണ്. ലോകത്തിൽ ധ്രുവപ്രദേശങ്ങളില്ലാത്ത രണ്ടാമത്തെ നീളമേറിയ ഹിമാനിയാണ് സിയാച്ചിൻ. ഒന്നാമതും പഠിച്ചു നോക്കുക, ഫെഡ് ചെൻകോ താജിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്.
ഇനി ഇന്ത്യയിലെ തണുത്ത മരുഭൂമിയാണ് ലഡാക്ക് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഉഷ്ണ മരുഭൂമിയാണ് താർ. ഇന്ത്യയിലെ വെളുത്ത മരുഭൂമിയാണ് റാൻ ഓഫ് കച്ച്. ഇനി നോക്കിക്കോളൂ, കാരക്കോറം പർവ്വതനിരയിലെ ഏറ്റവും നീളമേറിയ ഹിമാനിയാണ് സിയാച്ചിൻ. 76 ആണ്. കാരക്കോറം പർവ്വതനിരയിലെ ഏറ്റവും നീളമേറിയ ഹിമാനിയാണ് സിയാച്ചിൻ. 76 വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇനി പറയുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക അതിർത്തിയായ ലൈൻ ഓഫ് കൺട്രോളിന് വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഹിമാനിയും ഏതാണ്? സിയാച്ചിനാണ്. സിയാച്ചിൻ ഹിമാനിയുടെ വടക്ക് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ഇന്ദിരാക്കോളാണ്. മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഈ സിയാച്ചിനാണ്. റോസാപ്പൂക്കൾ സുലഭം എന്നർത്ഥം വരുന്ന യുദ്ധഭൂമിയാണ് സിയാച്ചിൻ. അതേപോലെ സിയാച്ചിൻ ഹിമാനിയെ നിയന്ത്രിക്കാൻ ഇന്ത്യൻ സേന നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ മേഘദൂത് 1984. പ്രധാന പോയിന്റുകളെല്ലാം പഠിച്ചു വെക്കുക. സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ന്യൂബ്ര. ഹിമാലയൻ പ്രദേശത്തെ രണ്ടാമത്തെ വലിയ ഹിമാനിയാണ് ബൽത്തോറോ ഹിമാനി. ബൽത്തോറോ ഹിമാനി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് കാരക്കോറം. ബൽത്തോറോ ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഷിഗർ എന്നറിയപ്പെടുന്ന നദിയാണ്. പീർപഞ്ചൽ പ്രദേശങ്ങളിലെ നീളം കൂടിയ ഹിമാനിയാണ് സോനാപാനി ഹിമാനി, ചന്ദ്ര താഴ്വര. കിഴക്കൻ ഹിമാനിയിലെ ഏറ്റവും വലിയ ഹിമാനിയാണ് സെമു ഹിമാനി, സിക്കിമിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിലെ മൂന്നാമത്തെ വലിയ ഹിമാനിയാണ് ബാരാഷിഗ്രി. ഹിമാചൽ പ്രദേശിലെ ലാഹുൽ സിപ്തി പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഹിമാനിയാണ് ബാരാഷിഗ്രി. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ലഡാക്ക്. ഇന്ത്യയിൽ തണുത്ത മരുഭൂമി ലിറ്റിൽ ടിബറ്റ് എന്നിങ്ങനെ അറിയപ്പെടുന്ന പ്രദേശം ലഡാക്കാണ്. ലഡാക്കിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ദ്രാസ്. അപ്പൊ നമ്മൾ ട്രാൻസ് ഹിമാലയം കഴിഞ്ഞു. ഇനി ഹിമാലയൻ നിരകളിലേക്കാണ് പോകുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് കിഴക്കൻ കുന്നുകൾ അതിന്റെ ഭാഗമായിട്ട് വരുന്നു. അപ്പോൾ ഹിമാലയൻ നിരകളിലേക്ക് വരുമ്പോൾ ഇന്തോ ഓസ്ട്രേലിയൻ ഫലകവും യൂറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിമുട്ടിയതിനെ തുടർന്ന് ഇവക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന തെതി സമുദ്രത്തിന്റെ അടിത്തട്ട് സമ്മർദ്ദത്താൽ മടങ്ങി ഉയർന്ന് രൂപപ്പെട്ട പർവ്വനിരയാണത് ഹിമാലയം. ഓക്കെ, നമുക്കിനി പ്ലേറ്റ് ടെക്ടോണിക് മൂവ്മെന്റ് ഭാഗമായിട്ടൊക്കെ ജോഗ്രഫിയിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഹിമാലയ രൂപം കൊണ്ടത്? ഈ ഇന്ത്യൻ ഓസ്ട്രേലിയൻ ഫലകവും അതേപോലെ തന്നെ യൂറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിമുട്ടി തുടർന്ന് ഇവക്കിടയിൽ കൺവേർജന്റ് മാർജിന്റെ ഭാഗമായിട്ട് ഇവർക്കിടയിൽ എന്ത് ചെയ്യുന്നു? സ്ഥിതി ചെയ്തിരുന്ന തെതി സമുദ്രത്തിന്റെ അടിത്തട്ട് സമ്മർദ്ദത്താൽ മടങ്ങി ഉയർന്ന രൂപപ്പെട്ട പർവ്വതനിരയാണ് ഹിമാലയം. ഇനി ഹിമാലയത്തിന്റെ എല്ലാ ശ്രേണികളുടെയും രൂപീകരണം നടന്നത് തൃതീയ കാലഘട്ടത്തിലാണെന്ന് അറിയപ്പെടുന്നത്. ടെറിട്ടറി പീരീഡിലാണ് നടന്നത്. ഹിമാലയം എന്ന വാക്കിനർത്ഥം മഞ്ഞിന്റെ വാസസ്ഥലം. ടിബറ്റൻ പീഠഭൂമിക്കും ഗംഗാ സമതലത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ഹിമാലയം. ട്രാൻസ് ഹിമാലയത്തിനും കിഴക്കൻ മലനിരകൾക്കുള്ളിൽ വടക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് ദിശയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഹിമാലയമാണ്. ഹിമാലയത്തിന്റെ ഏകദേശ വിസ്തൃതി 5 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. അപ്പൊ പടിഞ്ഞാറ് സിന്ധ് മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര വരെ ഏകദേശം 2400 കിലോമീറ്റർ ദൂരം വ്യാപിച്ചിരിക്കുന്ന ഹിമാലയത്തിന്റെ തെക്ക് ഭാഗം വളവിലൂടെ അവസാനിക്കുന്നു. ഈ വളവുകളെ ഹിമാനികളുടെ സിൻഡാക്സ് വളവുകൾ എന്നാണ് വിളിക്കുന്നത്. സിൻഡാക്സിയൻ വളവുകൾ എന്നാണ് വിളിക്കുന്നത്. ഇനി അതുപോലെ തന്നെ കിഴക്കോട്ട് പോകുന്തോറും ഹിമാലയത്തിന്റെ ഉയരവും വീതിയും കുറഞ്ഞു വരുന്നു. നോക്കിക്കോളൂ, ഹിമാലയവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് ഹിമാലയ. ലോകത്തിലെ ഏറ്റവും വലിയ മടക്ക് പർവ്വതമാണ്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്ക് പർവ്വതം. ഏഷ്യയുടെ വാട്ടർ ടവർ എന്നറിയപ്പെടുന്ന പർവ്വതനിരയാണ് ഹിമാലയ. കാശ്മീർ ലഡാക്ക് ഭാഗത്ത് ഹിമാലയ പർവ്വതത്തിന്റെ വീതി 400 കിലോമീറ്ററാണ്. പിന്നെ കിഴക്കോട്ട് പോകുമ്പോഴേക്കും അരുണാചൽ പ്രദേശ് ഹിമാലയൻ പർവ്വതത്തിന്റെ വീതി 150 കിലോമീറ്റർ ആയിട്ട് കുറയുന്നു. ഹിമാലയൻ നിർമ്മിച്ചിരിക്കുന്ന ശിലകളാണ് അവസാദ ശിലകളും കായാന്തരിത ശിലകളും. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഇനി ഉത്തരപർവ്വത മേഖലയിൽ ഏറ്റവും ജനസാന്ദ്രത കൂടിയ മേഖലയാണ് ഹിമാലയൻ നിരകളുടെ ഏറ്റവും തെക്ക് ഭാഗം. ഹിമാലയവുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ. മ്യാൻമാറിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാലയത്തിലെ കിഴക്കൻ ഭാഗം അറിയപ്പെടുന്നത് അരക്കൻ യോമ. ഹിമാലയത്തിന്റെ ഭാഗമായി വരുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, പശ്ചിമ ബംഗാൾ, മേഘാലയ, അസം, ത്രിപുര, മിസോറാം, മണിപ്പൂർ, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്. ഹിമാലയത്തിന്റെ ഭാഗമായി വരുന്ന ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 2 എണ്ണമാണ്. ജമ്മു കാശ്മീർ, ലഡാക്ക് മാത്രമാണ്. ഹിമാലയം ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ഏകദേശം എത്രയാണ്? 15.69% ഭാഗം എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. ഒരു ഭാഗത്ത് ഹിമാലയവും മറുഭാഗത്ത് സമുദ്രവുമുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. സമുദ്രനിരപ്പിൽ നിന്ന് 1000 മുതൽ 2000 മീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്ന വൃക്ഷങ്ങൾ ഓക്ക്, ചെട്ട്, മേപ്പിൾ ഒക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളാണ്. 2000 മീറ്ററിന് മുകളിൽ ഉയരത്തിൽ കാണപ്പെടുന്ന വൃക്ഷങ്ങൾ ദേവദാരു, സ്പ്രൈസ് തുടങ്ങിയ സ്തൂപികാഗ്ര വൃക്ഷങ്ങളുണ്ട്. ഇനി ഹിമാലയത്തിലെ പ്രധാന കൊടുമുടികൾ അതേതൊക്കെയാണ്? അതാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഓക്കെ, ഇനി ഓരോന്നും നോക്കണം. എന്താണ്
ഈ ഹിമാദ്രിയുടെ പ്രത്യേകതകൾ. ഹിമാദ്രി ഗ്രേറ്റർ ഹിമാലയ എന്നറിയപ്പെടുന്നു. ഹിമാചൽ ലെസ്സർ ഹിമാലയ, സിവാലിക് ഔട്ടർ ഹിമാലയ എന്നാണ് അറിയപ്പെടുന്നത്. ഒക്കെ പ്രധാന പോയിന്റുകളാണ്. ഇനി ഹിമാലയത്തിന്റെ വടക്കേ അറ്റത്തുള്ള പർവ്വതനിരയാണ് ഏത്? ഹിമാദ്രി. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഹിമാദ്രിയാണ്. ഹിമാലയത്തിന്റെ നട്ടെൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഏറ്റവും ഉയരം പർവ്വതനിരയാണ് ഹിമാദ്രി. ഹിമാദ്രിയുടെ ശരാശരി ഉയരമാണ് 6000 മീറ്റർ ആണ്. 8000 മീറ്റർ മുകളിൽ ഉയരമുള്ള നിരവധി കൊടുമുടികൾ എന്നിട്ട് ഇവിടെ എവിടെ സ്ഥിതി ചെയ്യുന്നു? ഹിമാദ്രിയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ പർവ്വതനിരയിൽ ഗ്രേറ്റർ ഹിമാലയ, ഇന്നർ ഹിമാലയ എന്നീ പേരുകൾ അറിയപ്പെടുന്ന പർവ്വതനിരയാണ് ഹിമാദ്രി. ലോകത്തെ ഉയരം കൂടിയ 10 കൊടുമുടികളിൽ 9 സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹിമാദ്രിയിലാണ്. മൗണ്ട് എവറസ്റ്റ്, കാഞ്ചൻജംഗ, നംഗപർവ്വതം എന്നീ പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രിയിലാണ്. ഹിമാദ്രിയുടെ ഉപരിതലം ഗ്രാനൈറ്റാൽ നിർമ്മിതമാണ്. ഹിമാദ്രിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന 2 പ്രധാന നദികൾ ഗംഗ, യമുന. ഹിമാദ്രിക്ക് വടക്കായി ടിബറ്റ് വരെ നീളുന്ന ഹിമാലയം അറിയപ്പെടുന്നത് തെതീസ് ഹിമാലയം എന്നാണ്. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ പർവ്വതനിരയാണ് അന്നപൂർണ. ദയാമിർ പർവ്വതങ്ങളുടെ രാജാവ് എന്ന പ്രദേശം അറിയപ്പെടുന്ന പർവ്വതമാണ് നംഗപർവ്വതം. മൗണ്ട് എവറസ്റ്റ് ഇവിടെ നോക്കേണ്ടതാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് എവറസ്റ്റ്. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എവറസ്റ്റ്. എവറസ്റ്റ് കൊടുമുടി ഓരോ വർഷവും ഉയരുന്ന തോത് ഏകദേശം 2 സെന്റിമീറ്റർ ആണെന്ന് പറയുന്നു. സർവേ ഓഫ് ഇന്ത്യ 1954 രൂപീകരിച്ച എവറസ്റ്റിന്റെ ഉയരമാണ് 2848 മീറ്റർ. എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാളിലാണ്. നേപ്പാളിൽ എവറസ്റ്റ് കൊടുമുടി അറിയപ്പെടുന്നത് സാഗർമാത. ടിബറ്റിൽ എന്താ അറിയപ്പെടുന്നത്? ചോമോലുങ്മ. എവറസ്റ്റ് ദേശീയോദ്യാനം കൊടുമുടിയെ സ്ഥിതി ചെയ്യുന്ന സാഗർമാത ദേശീയോദ്യാനത്തിലാണ്. ഇനി കാഞ്ചൻജംഗ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 3ാമത്തെ കൊടുമുടിയാണ് കാഞ്ചൻജംഗ. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ കൊടുമുടിയാണ് ഏത്? കാഞ്ചൻജംഗ. 8586 മീറ്റർ ആണ് ഇതിന്റെ ഹൈറ്റ്. NCR ടെക്സ്റ്റ് ബുക്കിൽ 8598 എന്ന് പറയുന്നു. ഹിമാദ്രിയിൽ ഉയരം കൂടിയ 2ാമത്തെ കൊടുമുടിയാണ് കാഞ്ചൻജംഗ. തർക്കരഹിത ഇന്ത്യൻ പ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കാഞ്ചൻജംഗ. 5 കൊടുമുടികൾ ചേർന്നാണ് കാഞ്ചൻജംഗ. 5 കാഞ്ചൻ അല്ലെ, 5 കൊടുമുടികൾ ചേർന്ന്. കാഞ്ചൻജംഗ എന്ന വാക്കിനർത്ഥം മഞ്ഞിലെ 5 നിധികൾ. സ്വർണം, വെള്ളി, രത്നങ്ങൾ, ധാന്യങ്ങൾ, പുണ്യപുസ്തകങ്ങൾ എന്നിവയാണ് 5 കൊടുമുടികൾ പ്രതിദാനം ചെയ്യുന്നത്. കൊടുമുടികളുടെ ശൃംഖലത്തിൽ ചവിട്ടരുത് എന്ന് വ്യവസ്ഥയോടെ മാത്രം പർവ്വതാരോഹരെ കയറ്റിവിടുന്ന കൊടുമുടിയാണ് കാഞ്ചൻജംഗ. പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന 2ാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് നന്ദാദേവി. ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് നോക്കിക്കോളുക. ഹിമാലയത്തിലെ പ്രധാന കൊടുമുടികളാണ്. മൗണ്ട് എവറസ്റ്റ് നേപ്പാളിലാണ്, 8148.86 മീറ്റർ. കാഞ്ചൻജംഗയാണ് 2ാം സ്ഥാനത്ത് ഇന്ത്യ, 8598. മക്കലു നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്, 8481. ഇവിടെ നമ്മളൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാഞ്ചൻജംഗയെ കുറിച്ച്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 3ാമത്തെ കൊടുമുടി എന്നുള്ളതിനൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ, അത് ഏതായാലും നമ്മളത് ക്ലിയർ ചെയ്യും. ഓക്കെ, യെസ്, നോട്ടിലത് നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് അതിലുണ്ടായിരിക്കുന്നതാണ്. പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന 2ാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണിത്. നന്ദാദേവി പറഞ്ഞു. ഇനി ഹിമാലയത്തിലെ പ്രധാന കൊടുമുടി പറഞ്ഞു. മൗണ്ട് എവറസ്റ്റ് നേപ്പാൾ 8848. കാഞ്ചൻജംഗ ഇന്ത്യ 8598. മക്കലു നേപ്പാൾ 8498. ധൗലാഗിരി നേപ്പാളിലാണ് 8172. നംഗപർവ്വതം ഇന്ത്യ 8126. അന്നപൂർണ നേപ്പാൾ ഇവിടെ എത്രയാണ്? 8078. നന്ദാദേവി ഇന്ത്യ 7817. കാമേദ് ഇന്ത്യ 7756. നാം ചാബർവ ഇന്ത്യ 7756. ഇനി ഹിമാചലിലേക്ക് പോകുമ്പോൾ ഹിമാദ്രിക്ക് തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ഹിമാചൽ. ഇവിടെ ഹിമാദ്രിക്കും സിവാലിക്കും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നു. ഇതിനെ ലെസ്സർ ഹിമാലയ എന്നാണ് അറിയപ്പെടുന്നത്. ലെസ്സർ ഹിമാലയ, മിഡിൽ ഹിമാലയ എന്നൊക്കെ അറിയപ്പെടുന്നു. ഹിമാലയത്തിന്റെ ശരാശരി ഉയരം 3000 ആണ്. പക്ഷേ അത് 6000 ആയിരുന്നു ഹിമാദ്രി. മെയിൻ സെൻട്രൽ ത്രസ്റ്റ് ആണ് ഗ്രേറ്റ് ഹിമാലയത്തിലെ ഹിമാചലിനെ വേർതിരിക്കുന്നത്. ഹിമാചലിന്റെ പ്രാദേശിക പേരുകളാണ് ധൗലാധർ ഹിമാചൽ പ്രദേശ് അറിയപ്പെടുന്നു. നഖ് ദിവ ഉത്തർപ്രദേശിൽ അറിയപ്പെടുന്നു. ഇതിന്റെ ഭാഗമായിട്ട് പീർപ്പഞ്ചൽ ഹിമാചലിലെ ഏറ്റവും വലിയ പർവ്വതനിരയാണ് ഇത്? പീർപ്പഞ്ചലാണ്. കാരക്കോറത്തിന് തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മലനിര. പീർപ്പഞ്ചലിലെ പ്രധാന ചുരങ്ങളാണ് റോഹ്താങ്, ബുർസില, ബനിഹാൾ. ഇന്ത്യയിലെ നീളം കൂടിയ റെയിൽവേ ടണലായ പീർപ്പഞ്ചൽ റെയിൽവേ ടണൽ, ബനിഹാൾ, ഗാസിഗഡ് റോഡ് ടണൽ, അടൽ ടണൽ എന്നിവ സ്ഥിതി ചെയ്യുന്ന മലനിരയാണ്. ഹിമാചലിലെ പ്രധാന പർവ്വതനിരകളാണ് പീർപ്പഞ്ചൽ, ധൗലാധാർ, മഹാഭാരത് പർവ്വതനിരകൾ. ഓക്കെ, നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ നാഗ്തിബ. ഹിമാചലിൽ കാണപ്പെടുന്ന പുൽമേടുകളാണ് മെർഗ്, കാശ്മീർ,
ബുഗ്യാൽ പയൽ ഉത്തരാഖണ്ഡ്. ഇനി സമുദ്രനിരപ്പിൽ നിന്ന് 4000 മീറ്ററോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഉത്തരാഖണ്ഡിലെ വേനൽക്കാല പുൽമേടാണ് ബുഗ്യാൽ. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണിയാണ് മസൂറി. സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരിയാണ് കൊടൈക്കനാൽ. മേഡ് ഓഫ് ഗോൾഡ്, സ്വർണത്തിന്റെ പുൽമേട് എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം സോനാമാർഗാണ്. സുഖവാസ കേന്ദ്രങ്ങൾക്ക് പ്രസിദ്ധമായ ഹിമാലയ നിരയാണ് ഹിമാചൽ. ഹിമാലയത്തിലെ പ്രധാന സുഖവാസ കേന്ദ്രങ്ങളാണ് സിംല, മസൂറി, നൈനിറ്റാൽ, ആൽമോള, ഡാർജിലിംഗ്. ഇനി ഇത് വായിച്ച് പഠിക്കേണ്ട ഭാഗമാണ് ഇന്ത്യയിലെ പ്രധാന സുഖവാസ കേന്ദ്രങ്ങൾ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ലേറ്റസ്റ്റ് ഇഷ്യൂമായി, നമ്മുടെ രാജ്യത്ത് നടന്ന ഇഷ്യൂമായി ബന്ധപ്പെട്ടുള്ള പഹൽഗാം ജമ്മു കാശ്മീരിലാണെന്നത് എല്ലാവർക്കും അറിയുന്നതാണിത്. നമുക്ക് എല്ലാവർക്കും പണ്ടേ അറിയുന്നതാണ് പഹൽഗാം എവിടെയാണ്, ജമ്മു കാശ്മീരിലാണ് എന്നുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പഠിച്ചു വെക്കാനുണ്ട്. ഉത്തരാഖണ്ഡിലുള്ള മസൂറി, നൈനിറ്റാൽ, റാണിഗഡ്, അൽമോറ, ബദ്രിനാഥ്, ഡെറാഡൂൺ. പശ്ചിമ ബംഗാളിൽ ഗൂം, ഡാർജിലിംഗ്. ജമ്മു കാശ്മീരിൽ ഗുൽമർഗ്, പഹൽഗാം, സോനമാർഗ്, ശ്രീനഗർ. അങ്ങനെ ഓരോന്നും ഈ ടേബിള് നന്നായിട്ട് അത് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി ഇവിടെ നോക്കുന്നത്, ഇനി നിങ്ങളത് വായിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ നേരത്തെ പറഞ്ഞത് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതൊക്കെ ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞു പോവുക ചെയ്യുന്നത്, ഒരു ക്ലാസ് എടുക്കുക എന്നുള്ളതല്ല. നമ്മൾ ഈ നോട്ടിൽ ഇന്ന കാര്യങ്ങളാണെന്ന് മാത്രമാണ് പറയുന്നത്. ഇനി ഇന്ത്യയിലെ ഈ താഴ്വരകളെ കുറിച്ച് നോക്കേണ്ടതുണ്ട്. അതിൽ ഹിമാചൽ പ്രദേശത്തുള്ള പ്രധാന താഴ്വര, ജമ്മു കാശ്മീരിലുള്ള താഴ്വര, ലഡാക്കിലുള്ള താഴ്വരകൾ, സിവാലിക്കിനെ കുറിച്ച് ഇനി അത് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. ഹിമാചലിന്റെ തെക്കുതായിട്ടാണ് സിവാലിക് സ്ഥിതി ചെയ്യുന്നത്. ഔട്ടർ ഹിമാലയ എന്നൊക്കെ ഇത് അറിയപ്പെടുന്നു. എത്രയാണ് സിവാലിക് നിരകളുടെ ശരാശരി ഉയരം? 1220 മീറ്റർ ആണ്. ഇത് ഒരുപാട് പോയിന്റുകൾ ഇവിടെ ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് വരുന്ന ഡ്യൂണുകൾ. ഇനി കിഴക്കൻ മലനിരകളെ കുറിച്ച് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ ഇത് പ്രിന്റ് എടുത്ത് നിങ്ങൾക്ക് കയ്യിൽ കിട്ടുമ്പോൾ എന്ത് ചെയ്യുക, അത് നന്നായിട്ട് അത് വായിച്ച് പഠിക്കുക. ഓക്കെ, ഇനി അതിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങൾ നോക്കാനുള്ളത്, ഈ കിഴക്കൻ മലനിരകളെ ഭൂപ്രകൃതി, പർവ്വതങ്ങളുടെ ക്രമീകരണം, ഭൂരൂപങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കി ഹിമാലയത്തെ 5 ഉപവിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. അതേതൊക്കെയാ? ഒന്ന് കാശ്മീർ ഹിമാലയം, വടക്ക് പടിഞ്ഞാറ് ഹിമാലയം, അതുപോലെ ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം, ഡാർജിലിംഗ് സിക്കിം ഹിമാലയം, അരുണാചൽ ഹിമാലയം, കിഴക്കൻ കുന്നുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇനി അത് ഓരോന്നുകൂടെ ജസ്റ്റ് ഇവിടെ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അതൊക്കെ പ്രിന്റ് എടുത്ത് വായിച്ച് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയോടെ വരുന്നു, ഡാർജിലിംഗ് സിക്കിം ഹിമാലയം വരുന്നു, അരുണാചൽ ഹിമാലയം, കിഴക്കൻ കുന്നുകൾ, ഹിമാലയത്തിന്റെ പ്രാദേശിക വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിൽ പറയുന്നു. പ്രദേശം, നദികൾ, ചുരങ്ങൾ, അതിന്റെ നീളം. ഇപ്പോൾ പഞ്ചാബ് ഹിമാലയം, സിന്ധു, സത്ലജ് നദികളാണ് 560 കിലോമീറ്റർ. കുമയൂൺ ഹിമാലയം, സത്ലജ്, കാളി 320 കിലോമീറ്റർ. നേപ്പാൾ ഹിമാലയം, കാളി, ടീസ്റ്റ 800 കിലോമീറ്റർ. അസം ഹിമാലയം, ടീസ്റ്റ, ബ്രഹ്മപുത്ര 720 കിലോമീറ്റർ. ഇനി ഇവിടുന്ന് ഒരു ചോദ്യം കഴിഞ്ഞ പ്രാവശ്യം ചുരങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ചുരങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. കഴിഞ്ഞ 2022 പരീക്ഷയിൽ ഇവിടുന്ന് ചുരങ്ങളിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ ഇതും പഠിച്ചു വെക്കുക. ഇതിന് ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ ഈ 4 ചുരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ലിപ്പു ലേക്ക് ഉത്തരാഖണ്ഡ് ടിബറ്റും, ഷിപ്കില ഹിമാചൽ പ്രദേശ് ടിബറ്റ്. സോജിൽ എവിടുന്ന ചോദിച്ചത്? ശ്രീനഗർ കാർഗിൽ എന്തിനെ ബന്ധിപ്പിക്കുന്നു? ഏത് ചുരം? ശ്രീനഗറിനെയും കാർഗിലും ബന്ധിപ്പിക്കുന്ന ചുരം സോജില. സിക്കിം, ടിബറ്റ്, നാദുൽ. അപ്പൊ ഈ ചുരങ്ങളൊക്കെ ശരിക്ക് പഠിച്ചു വെക്കുക. ഉണ്ടോ? ചോദ്യം ഇതായിരുന്നു 2022 ചോദിച്ച ചോദ്യം. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് ഇനി പഠിക്കേണ്ട രണ്ടാമത്തെ ഇന്ത്യയിലെ ഫിസിക്കൽ ജോഗ്രഫി ഭാഗമായിട്ട് വരുന്നത് നോർത്ത് ഗ്രേറ്റ് ഇന്ത്യൻ പ്ലെയിൻ, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ, ഉത്തര മഹാസമതലം. അത് നമുക്ക് വിശദമായിട്ട് നോക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളാം. 81 29 529 102. അപ്പൊ നമ്മളിപ്പോൾ ജൂൺ ലാസ്റ്റ് ആകുമ്പോഴേക്ക് സിലബസ് മൊത്തം കംപ്ലീറ്റ് ചെയ്യുന്ന സ്റ്റഡി മെറ്റീരിയലും ക്ലാസ്സുകളൊക്കെ നമ്മുടെ ഇതിലുണ്ടായിരിക്കും. അപ്പോൾ ഈ ക്ലാസ്സുകൾക്ക് ഇനി സമയം കിട്ടിയില്ലെങ്കിൽ നമ്മളതിന് ശേഷം ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കറക്റ്റ് ആ ഒരു ഓർഡറിൽ. ജൂൺ ലാസ്റ്റ് ആകുമ്പോഴേക്കും കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും, സിലബസ് അനുസരിച്ചിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം ആ ടോപ്പിക്കുകൾ അനുസരിച്ചിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലിനെ ബേസ് ചെയ്തിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസും റിവിഷനും ആയിരിക്കും എക്സാം വരെ നമ്മൾ നമ്മുടെ കോഴ്സ് ഗ്രൂപ്പിൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ പറഞ്ഞു, ഫിസിയോഗ്രഫി ഓഫ് ഇന്ത്യ വലിയൊരു ടോപ്പിക്കാണ്. ഇനി ഫിസിയോഗ്രഫി ഓഫ് ഇന്ത്യ, ഡ്രൈനേജ്, ക്ലൈമറ്റ്, സോയിൽ, ഫോറസ്റ്റ് വരെയുള്ള അതിന്റെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു നോട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യും. അത് മിക്കവാറും ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ ആകുമ്പോഴേക്കും എന്ത് ചെയ്യും, ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി എത്രയും പെട്ടെന്ന് ബാക്കിയുള്ള നോട്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഫ്രീഡം മൂവ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള നോട്ട് നമ്മൾ ഷെയർ ചെയ്തു. ഇപ്പൊ റിനൈൻസസിന്റെ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഫ്രീഡം മൂവ്മെന്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്, ഫ്രീഡം മൂവ്മെന്റ് എല്ലാ വിവരങ്ങളും അതിലുണ്ടായിരിക്കും. ഓക്കെ,
പിന്നെ ഈ ജനറൽ നോളജും കറണ്ട് അഫേഴ്സും ഒക്കെ നമ്മൾ ഇതിന് ശേഷം ആയിരിക്കും റിവിഷൻ ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മളത് കൂടുതൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ മെത്തഡോളജി ഓഫ് ടീച്ചിങ് സബ്ജക്റ്റ് നമ്മൾ ജൂൺ ആകുമ്പോഴേക്കും പാർട്ട് ബി കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ ജൂലൈയിൽ നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ്. താങ്ക്